രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മാഷേ എന്നേനെ ഇറങ്ങിക്കോട്ടെ, കുറച്ചുകൂടി പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാനുണ്ട്. അത് ഞാൻ നാളെ കംപ്ലീറ്റ് ആയിക്കോളാം. അവിടെ അമ്മമ്മേനെ നോക്കി നിൽക്കുന്നുണ്ടാവും. സ്കൂൾ വിട്ടിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ ആദ്യം കയറുക പാവത്തിന്. നിലക്കാതെ പെയ്യുന്ന മഴയോടൊപ്പം കാറ്റുകൂടിയായപ്പോൾ കുറുപ്പ് മാഷിനെ നോക്കി അവൾ. എന്നാ ശരി, മോള് പോയിക്കോ, ബാക്കി ഷാരി ചെയ്തോളും എന്ന് പറഞ്ഞ് അയാൾ അവൾക്കൊപ്പം എഴുന്നേറ്റു. അവൾ വേഗം ബാഗിൽ നിന്ന് കുടയെടുത്ത് നിവർത്തി മുറ്റത്തേക്ക് ഇറങ്ങി. സാരിയൊന്ന് പൊക്കി പിടിച്ച് മുന്നോട്ട് നടന്നു. സ്കൂൾ വീട്ടിലും കുറച്ച് കുട്ടികൾ അവിടെ കാത്തു നിൽപ്പുണ്ട്. തങ്ങളുടേതായ പ്രൈവറ്റ് വണ്ടിക്ക് കാത്തു നിൽക്കുന്നവരുമുണ്ട്. കുടയും ചൂടി മഴയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ നീളമുടിക്കാരി പെണ്ണിനെ കുറച്ചു നേരം നോക്കി നിന്നു അച്യുതക്കുറുപ്പ് എന്ന ഹെഡ് മാസ്റ്റർ കുറുപ്പ് മാഷ്. മിഴികളിൽ എവിടെയോ പൊടിഞ്ഞ നീർക്കുമിള പൊട്ടാൻ അനുവദിക്കാതെ കൈകൊണ്ട് അമർത്തി തുടച്ച് കണ്ണടി ഒന്ന് ശരിയാക്കി വെച്ചു അദ്ദേഹം. തനിക്ക് മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെൺകുട്ടിയുടെ ഭൂതകാലത്തിലേക്ക് ഓർമ്മകൾ കൊണ്ടൊന്ന് ഓടി നോക്കി അയാൾ. അത് അർച്ചന. പതിയെ പതിയെ പരിഷ്കാരത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ സ്കൂൾ ടീച്ചറാണ് അവൾ. എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള സ്കൂൾ, അത്യാവശ്യം നല്ല നിലയിൽ മികവുകൾ കാഴ്ചവെക്കുന്ന സ്ഥാപനമായിരുന്നു. പുതുതായി തുടങ്ങുന്ന ഡ്രോയിങ് ക്ലാസ്സിലേക്ക് പരിചിതനായ ഒരു ടീച്ചർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ കുറുപ്പ് മാഷ് നിർദ്ദേശിച്ചതായിരുന്നു ഇവളെ. കാരണം 7ാം ക്ലാസ് വരെ കുറുപ്പ് മാഷിന്റെ ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു അന്നത്തെ ആ പാവാടക്കാരി പെണ്ണ്. നന്നായി ചിത്രം വരച്ചിരുന്ന കൊച്ചു മിടുക്കിയുടെ വരകൾക്ക് പലപ്പോഴും ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. മാന്ത്രികത തുളുമ്പുന്ന തന്റെ വിരലുകളുമായി അവൾ പറന്നു തുടങ്ങുമ്പോൾ അതിന്റെ ചിറകുകൾ കൊത്തിയരിഞ്ഞതുപോലെയായ ആ ദുരന്തം. 10ാം ക്ലാസ്സിലെത്തിയിട്ട് ആ പഴയ സ്കൂളിനോട് അധ്യാപകരോടും മറ്റുമുള്ള സൗഹൃദം അവൾക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ അയൽവാസി കൂടിയായ അർച്ചന എന്ന് കുറുപ്പ് മാഷിന്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരാളായിരുന്നു. അവിടെ ചുറ്റുവട്ടത്തുള്ള സകല വീടുകളിലും പാല് കൊടുക്കുന്നത് അവളുടെ വീട്ടിൽ നിന്നായിരുന്നു. അമ്മ കറന്നെടുത്തു വെച്ചിരിക്കുന്ന പാല് സ്കൂൾ വിട്ടു വന്നാൽ എല്ലാ വീട്ടിലും കൊടുക്കുന്നത് അവളുടെ ജോലിയായിരുന്നു. ക്ലാസ് കഴിഞ്ഞെത്തിയാൽ ഉടനെ 3-4 പാൽക്കുപ്പികളുമായി പോകുന്ന അവളോട് ഒന്ന് പതുക്കെ പോയെന്റെ കുട്ടിയെന്ന് അമ്മ പറയുന്ന കേൾക്ക പോലും ചെയ്യാതെ ഓടിപ്പോകുമായിരുന്ന പാവാടക്കാരി. അച്ഛൻ റബ്ബർ വെട്ടാൻ പോകുന്ന കളത്തിങ്കിൽ സേവ്യർ വീട്ടിലും പാലുമായി അവൾ പോകുന്നൊരിടമായിരുന്നു. അവിടെയുള്ളവർ തുറന്നു വെച്ചിരിക്കുന്ന ടിവിയിലേക്ക് കുറച്ചു നേരം നോക്കി നിൽക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്ത സേവ്യറിന്റെ പെങ്ങൾ റീത്തയുടെ മകൻ ഡേവിഡിനെ പലപ്പോഴായി അവിടെ കാണാറുണ്ട്. പക്ഷേ കളത്തിങ്കിൽ വീട്ടിൽ അവനെ കാണുന്ന സമയത്തൊക്കെ അവൾ അധികം അവിടെ നിൽക്കാതെ ഓടിപ്പോകും. കാരണം അവളെ കണ്ടാൽ തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ അവളിൽ എന്തെന്നില്ലാത്തൊരു അലോസരം സൃഷ്ടിച്ചു. അന്നും വൈകുന്നേരം പാലുമായി പോയി അവൾ നേരെ ഇരുട്ടിയിട്ടും തിരിച്ചെത്തിയില്ല. കുറുപ്പ് മാഷിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ തിരച്ചിലിൽ കളത്തിങ്കിൽ റബ്ബർ എസ്റ്റേറ്റിൽ പിച്ച് ചീന്തിയ ആ കൊച്ചുപെണ്ണിനെ ബോധം നഷ്ടപ്പെട്ട രീതിയിൽ കണ്ടെത്തി. കൂടെ മുതുകിൽ ശക്തമായ വെട്ടേറ്റ് ജീവനറ്റ് കിടക്കുന്ന സേവ്യറിനെയും അതിനരികിൽ ചോരയിലിക്കുന്ന ഒരു കൊടുവാള് പിടിച്ചുകൊണ്ട് ഡേവിഡിനെയും അവശ്യ നിലയിലായ അവളെയും എടുത്ത് ആംബുലൻസിൽ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ബോധരഹിതനായി വീണുപോയി അച്ഛൻ. തന്റെ യജമാനൻ തന്നെ തിരിഞ്ഞുകൊത്തി. തന്റെ ജീവനായ മോളെ ഇനി ഒന്നുകൂടി കാണാൻ വയ്യാത്തതുകൊണ്ട് ആ അച്ഛൻ അവിടെ കുഴഞ്ഞു വീണു. അതേസമയം എസ്റ്റേറ്റിൽ നിന്ന് വിലങ്ങിട്ട് ഡേവിഡിനെ ഇൻക്വസ്റ്റ് നടത്തി പോലീസ് ജീപ്പിലേക്ക് കയറ്റി. സേവ്യറിന്റെ ബോഡി കളത്തിങ്കിൽ മുറ്റെന്ന് മറ്റൊരു ആംബുലൻസിലേക്കും കയറ്റിക്കൊണ്ടുപോയി പോലീസുകാർ. 3-4 ദിവസം ഹോസ്പിറ്റൽ മരണത്തോട് മല്ലിട്ട ആ പെൺകുട്ടി അമ്മയുടെയും മുത്തശ്ശിയുടെയും തോര കണ്ണീരായി. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് മാനസികമായി ആകെ തകർന്നടിഞ്ഞവൾ പേടിച്ചും നിലവിളിച്ചും എത്രയോ രാത്രികൾ. അവിടെയായിരുന്നു അച്യുതക്കുറുപ്പ് എന്ന കുറുപ്പ് മാഷ് തന്റെ യഥാർത്ഥ വൈഭവം പുറത്തെടുത്തത്. കുട്ടികളില്ലാത്ത അദ്ദേഹവും ഭാര്യയും ദിവസങ്ങളോളം അവർക്ക് കൂട്ടായി. ഭർത്താവ് മരിച്ച അമ്മയെയും പേരമകൾക്കുണ്ടായ ദുരന്തത്തിന്റെ ആഘാതത്തിൽ മകന് നഷ്ടമായ അമ്മയെയും ആ ദമ്പതികൾ ചേർത്ത് പിടിച്ചു. അദ്ദേഹവും പത്നി ദേവി ടീച്ചറും അവളെ പതിയെ പതിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. 6 മാസത്തിനപ്പുറം 10ാം ക്ലാസ് നല്ല നിലയിൽ പരീക്ഷ എഴുതി അവരുടെ വിജയം അവർ ആഘോഷമാക്കി. എന്നാലും അമ്മയും അമ്മമ്മയും തന്റെ കുറുപ്പ് മാഷും ടീച്ചറും മാത്രമായി ഒതുങ്ങിപ്പോയി അവളുടെ ജീവിതം. തനിക്കൊന്നും സംഭവിച്ചില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുവരുന്നതിൽ കുറുപ്പ് മാഷിന് പൂർണ്ണമായി വിജയിക്കാനായില്ല. എങ്കിലും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അയാൾ അതിനായി പരിശ്രമിച്ചു. ഗവൺമെന്റിന്റെ പ്രത്യേക നിയമപ്രകാരം +1ഉം +2ഉം വീട്ടിൽ നിന്ന് പഠിച്ച് പരീക്ഷ എഴുതി. അതിലും അവൾ അവളുടെ കഴിവ് തെളിയിച്ചു. അന്നേരമൊക്കെയും അവളുടെ ആജീവനാന്ത കലയായ ചിത്രരചനയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. സത്യം പറഞ്ഞാൽ അതിലൂടെയാണ് അവൾ തനിക്ക് സംഭവിച്ച ആ ഭൂതകാലം മറക്കാൻ ശ്രമിച്ചത്. വീണ്ടും 3 വർഷങ്ങൾക്കിപ്പുറം അവളെ ഇവിടെ താൻ ഹെഡ് മാഷായി ജോലി ചെയ്യുന്ന ഈ സ്കൂളിൽ ടീച്ചറാക്കിയതും. ദൂരെ സ്കൂളിന്റെ ഗേറ്റ് കടന്ന് മാഞ്ഞു പോകുന്നവളെ നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അയാളും തിരിച്ചു ഓഫീസിലേക്ക് കയറിപ്പോയി. കാലവർഷം വീണ്ടും ഭൂമിയോടെ എന്തോ പകയുള്ള പോലെ തിമിർത്ത് പെയ്യുകയാണ്. സ്കൂളിൽ നിന്നിറങ്ങിയതിനേക്കാൾ കാറ്റിന്റെ ശക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അർച്ചന വേഗം പാലത്തിലേക്ക് കയറി. സ്കൂൾ റോഡ് കഴിഞ്ഞാൽ പിന്നെ തോടിന് മുകളിലായി ഒരു പാലമുണ്ട്. പൊക്കി പിടിച്ച് സാരിക്ക് കീഴെ കാൽമേലായി കിലുങ്ങുന്ന ആ വെള്ളിപ്പാദസരം മഴയുടെ ശബ്ദത്തിൽ കിലുങ്ങാൻ മറന്നു. തന്നെയും കാത്ത് ഉമ്മറത്തുണ്ടാവും അമ്മമ്മയെന്ന് ഓർത്തതേ അവൾ നടത്തത്തിന് വേഗം കൂട്ടി. പാലം കടന്നതും കവലയിൽ ആ ജംഗ്ഷനിൽ പതിവ് പോലെ ഇന്നും കിടക്കുന്നുണ്ട് ആ കറുത്ത കാറ്. വില കൂടിയ ഏതോ വലിയ കാറാണെന്നും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം. ഇതിപ്പോൾ പലപ്പോഴായി ഇവിടെയും അവൾ ഓർത്തു.
കവലയും കഴിഞ്ഞ് കുറുപ്പുമാഷിന്റെ വീട്ടിലേക്കുള്ള വളവിലും 2 തവണ താൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴേക്ക് അമ്പലത്തിലേക്കുള്ള റോഡ് സൈഡിലും കാണാറുണ്ട്. അതിന് നിറം കറുപ്പായതിനാലും 1111 എന്ന ഫാൻസി നമ്പർ കൊണ്ടാവണം അതെപ്പോഴും കണ്ണിൽ പെടും. ഗ്ലാസ് മുഴുവൻ കൂളിംഗ് ആയതിനാൽ ഉള്ളിലേക്കൊന്നും കാണാൻ വയ്യ. ഇതാരായിരിക്കുമെന്ന് കാണുമ്പോഴേക്കൊന്ന് ചുറ്റും നോക്കാറുണ്ട്. ചുമ്മാ കാറിന്റെ ഭംഗി കണ്ടിട്ടാണെന്ന് മാത്രം. മഴയുടെ ശക്തിയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അവൾ വെറുതെ കൈയൊന്ന് കുടക്ക് പുറത്തേക്ക് നീട്ടി. അർച്ചന ടീച്ചറെ, ഇന്ന് ലേറ്റ് ആയോ? കുറുപ്പുമാഷി കണക്ക് നോക്കാനിരുത്തിയല്ലേ? പുറകെ 3-4 ആൺകുട്ടികൾ കയ്യിൽ തോർത്തൊക്കെയായി തോട്ടിലേക്ക് ഓടുകയാണ്. അവന്മാരൊക്കെ വീടെത്തി കുളിക്കാനിറങ്ങി. അവൾ വേഗത്തിൽ നടന്നു. വാടിയ തുളസിക്കതിരും തിരികെ വിടർത്തിയിട്ട് നീളൻ മുടിയുമായി കുടയും പിടിച്ചു പോകുന്ന അവളെ നോക്കി സ്റ്റിയറിംഗിൽ താളം പിടിച്ചിരിപ്പുണ്ടായിരുന്നവൻ. ചുണ്ടിലെ ഒരു ചെറു ചിരിയുമായി വൈപ്പറിട്ട കാറിന്റെ ഗ്ലാസ്സിലൂടെ അവൾ നടന്ന് നോക്കിയിരുന്നു അവൻ. അവൾ വീട്ടിലേക്കുള്ള ഇടവഴി കയറിയപ്പോൾ അവൻ വണ്ടിയെടുത്തു. സ്കൂളിൽ നിന്നിറങ്ങിയപ്പോൾ ശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലെത്തിയപ്പോൾ നല്ലതുപോലെ തോർന്നിരുന്നു. വീടിന്റെ കമ്പി വേലി തുറന്ന് അവൾ നീട്ടി വിളിച്ചു, അമ്മമ്മേ. കയ്യിലുള്ള കുടമടക്കി വെച്ച് ബാഗ് ഉമ്മറത്തേക്ക് വെക്കാൻ ഒരുങ്ങവേ വെറുതെ ഒന്ന് നോക്കി അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി. ചുണ്ടിലെറിയുന്ന സിഗരറ്റുമായി കസേരയിൽ അവളെ സാഗൂതം നോക്കുന്ന ദിനേശൻ. ഒരു വഷളം ചിരിയുമായി തന്നെ ചൂഴി നോക്കുന്ന അയാളെ കാണവേ അയാൾ വെറുപ്പോടെ മുഖം തിരിച്ചു. എന്താണ് നിന്റെ മുഖത്തൊരു പുച്ഛം? ഒരു ഉദ്യോഗം കിട്ടിയപ്പോൾ നീ വലിയ ആളായല്ലോ. അവൾ ദേഷ്യത്തോടൊന്ന് മുഖം വെട്ടിച്ചു. വേണ്ട ദിനേശ, നീ ഇപ്പൊ പോ. അകത്തുനിന്ന് ആവശ്യതയോടെ അമ്മമ്മ ഇറങ്ങി വന്നു. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നതല്ലേ? എല്ലാം പോയിട്ട് എന്താ രണ്ടിൻ്റെ ഒരു ഊറ്റം? നീയൊക്കെ ആരെ കണ്ടിട്ടാടി നെകളിക്കുന്നത്? സ്വന്തം എന്ന് പറയാൻ നിനക്ക് എന്താടി ഉള്ളത്? സ്വന്തം മാനം പോലും കളഞ്ഞു കുളിച്ചവളല്ലേ ശീലാവതി ചമീന്ന്. എന്നെ നിനക്ക് കണ്ടുപിടിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരിക്കലും ആരോ ഒന്ന് പിടിച്ചുടച്ചതാണെങ്കിലും എനിക്ക് വല്ലാത്തൊരു കൊതിയാ നിന്നോട്. മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ചോണം. അയാൾ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ആ പുകച്ചുരുൾ അവളുടെ മുഖത്തേക്ക് ഊതി. എന്നാൽ പെട്ടെന്ന് അമ്മമ്മ അവർക്ക് മുമ്പിൽ നിന്ന് കയറി നിന്നു. ദിനേശ, നിന്നോടാ പറയുന്നു, ഇപ്പൊ പോ. ദേതാളെ കൊച്ചുമോളോട് പറഞ്ഞു കൊടുത്തേക്ക് മര്യാദക്ക് അടങ്ങി ഒതുങ്ങാൻ. ഇതിപ്പോ 2 ദിവസത്തെ പരോള്. അടുത്ത മാസം പൂർണ്ണമായിട്ട് ഞാൻ പുറത്തിറങ്ങും. അത് ഞാൻ വരും. മര്യാദക്ക് കൂടെ പോന്നോണം. അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയാൻ ഈ വയസ്സായ തള്ളയുണ്ടാവില്ല, കൊന്നുകളയും ഞാൻ. അവളെ ഒന്നുകൂടി അടിമുടി നോയിക്കൊണ്ട് കയ്യിലെ ചുരുട്ടി നിലത്തുരച്ച് ഇറങ്ങിപ്പോയി അയാൾ. കുറച്ചു നേരം അമ്മമ്മയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ നിന്നു അവൾ. ദിനേശൻ അമ്മ മരിച്ച മുതൽ തുടങ്ങിയതാണ് ഈ ശല്യം. അമ്മയുടെ വകയിലൊരു സഹോദരനാണ്. കള്ളു മുതൽ കൂടെ ഇല്ലാത്തതായിട്ട് ഇനി ഒന്നുമില്ല. അമ്മ മരിച്ച മുതൽ പ്രത്യക്ഷപ്പെട്ട ഇയാളുടെ ഉദ്ദേശം സാഹോദര്യത്തിൻ്റെതല്ലെന്ന് അന്നേ തോന്നിയതാണ്. ഇപ്പോൾ കുറച്ചായി തന്നെ വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശത്തോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് ഇങ്ങോട്ട് വരും. 1-2 മാസം വരാൻ വൈകാൽ തന്നെ അറിയാം ആള് ജയിലിലാണെന്ന്. 2-3 തവണ അയാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറുപ്പുമാഷിന്റെ ദേവി ടീച്ചർ വഴിയിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. തന്നെ കാണാതെ പോകുന്ന ദേഷ്യം മുഴുവൻ അമ്മമ്മയോട് തീർത്തിറങ്ങിപ്പോകും. പക്ഷെ ഇന്ന് വരുന്ന ദേവി ടീച്ചർ കണ്ടിട്ടുണ്ടാവില്ല. അയാൾ ഇറങ്ങിപ്പോയ വഴിയെന്ന് നോക്കി നെടുവീർപ്പെട്ടു അവൾ. ഒരു ദിവസം ഇയാൾക്ക് മുന്നിൽ താൻ തോറ്റുപോകുമെന്നൊരു പിടച്ചിലോട് ഓർത്തു നോക്കി. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായാൽ അന്ന് തന്നെ മരണമായിരിക്കും. ഒരിക്കൽ തന്നെ മാനത്തെ പിച്ച് ചീന്തിയ ആ 10ാം ക്ലാസ്സുകാരി പെണ്ണ് അവളുടെ ഉള്ളിൽ കിടന്ന് പിടച്ചു. എത്രയൊക്കെ ആയാലും മറക്കാനാവാത്ത ആ മുറിവിൽ നിന്ന് വീണ്ടും രക്തം കിരിഞ്ഞു. എൻ്റെ ഈശ്വര, എൻ്റെ കുട്ടീനെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ലാതായല്ലോ. അമ്മമ്മയുടെ പദം പറച്ചിൽ കേൾക്കാൻ വയ്യാതെ അവൾ വേഗം മാറാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. പിറ്റേന്ന് വീട്ടിലെ പണിയെല്ലാം തീർത്ത് അമ്മമ്മയ്ക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളവും എടുത്തു വെച്ച് ധൃതിയിൽ ഡ്രസ്സ് മാറ്റി ഇറങ്ങി. ആ തുളസി തറയുന്ന ഒരു തുളസി കതിരി പൊട്ടിച്ച് തലയിൽ വെക്കിൻ്റെ കുട്ടിയെ. അമ്മമ്മയുടെ സ്ഥിരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. ശരി അമ്മമ്മേ എന്ന് പറഞ്ഞ് 2 തണ്ട് തുളസി കതിരി കൂടി പറിച്ചെടുത്ത് മുന്നിൽ തിരികെ അവൾ. അടുത്ത ആഴ്ച നടക്കുന്ന സ്കൂൾ കലാമേളയുടെ ഭാഗമായിട്ടാണ് ഇത്രയും തിരക്ക്. കുറച്ചുകൂടി പേപ്പറുകൾ വെരിഫൈ ചെയ്യാനുണ്ട്. പിന്നെ സെലക്ട് ചെയ്ത കുട്ടികൾക്ക് ഡ്രോയിങ്ങിന്റെ കോച്ചിങ് കൂടി കൊടുക്കണം. അതാണ് ഇത്രയും നേരത്തെ. അല്ലെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴേക്കൊക്കെ എത്തിയാൽ മതി. വൃത്തിയായി ഞൊറിഞ്ഞെടുത്ത സാരിയുടെ അടിഭാഗം ഒന്ന് പൊക്കി പിടിച്ച് അവൾ റോഡിലേക്ക് കടന്നു. പതിവ് പോലെ ഇന്നും കിടക്കുന്നുണ്ട് ആ കറുത്ത വണ്ടി അവിടെ. ഈ പ്രാവശ്യം പതിവിന് വിപരീതമായി ആ വണ്ടിയുടെ ബോണ്ടിൽ ഒരാൾ സാരിയുന്നുകൊണ്ട് ദൂരെ വയലിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഏകദേശം 30 വയസ്സോടടുത്ത പ്രായം തോന്നിക്കുന്നയാൾ ദൂരെ കാണുന്ന നെൽവയലിന്റെ പച്ചപ്പിലേക്ക് നോക്കി നിൽക്കുന്നതാണ് നടന്നു വരുന്ന അർച്ചനെ കണ്ടത്. ഇതായിരിക്കും ഇതിന്റെ ആള്, അവൾ വെറുതെ ഓർത്തു. എന്നാൽ ആ പാദസരകേൽക്കം കേട്ടതും വയലിലേക്കുള്ള നോട്ടം മാറ്റി അവൻ അവളെ നോക്കി. എന്തോ ഒരു പ്രേരണയിൽ അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവളും. തിളങ്ങുന്ന 2 പൂച്ചക്കണ്ണുകൾ ഒരു തവണ മാത്രമേ നോക്കിയുള്ളൂ. തലച്ചോറിനുള്ളിലേക്ക് ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്ന പോലെ അവൾ അവിടെ സ്റ്റെക്കായി നിന്നു. ശേഷം ആളെ ഒന്നുകൂടി നോക്കി. ചുണ്ടിലെ ഒരു നേർത്ത പുഞ്ചിരിയുമായി തന്നെ നോക്കി നിൽക്കുന്ന പൂച്ചക്കണ്ണുകൾ അവൾ ഓർമ്മയിലൊന്ന് ചികഞ്ഞെടുത്തു. അതെ, അവൻ ഡേവിഡ്. കളത്തിങ്കിൽ സേവ്യറിന്റെ വീട്ടിലെ ആ പൂച്ചക്കണ്ണുകാരൻ പയ്യൻ. അന്നത്തെ ആ വൈകുന്നേരം പാലുമായി വന്ന ആ പെണ്ണിനെ
ആരോരും അറിയാതെ റബ്ബർ എസ്റ്റേറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അതിക്രൂരമായി അവളെ ബലാത്കാരത്തിന് ഇരയാക്കുന്ന കണ്ട ഏക സാക്ഷി. കുതിറി മാറാൻ ഒരുങ്ങുന്ന തന്നെ തറയിലേക്ക് അമർത്തി വെച്ച് സർവവും കവർന്ന് അവസാനം കൊല്ലാനാഞ്ഞപ്പോൾ സേവ്യർ എന്ന വെറിമൃഗത്തിന്റെ പിന്നിൽ നിന്ന് വടിവാളെടുത്ത് അയാളെ വെട്ടിയവൻ. അബോധാവസ്ഥയിലും ചോരയൊലിക്കുന്ന വാളുമായി അവൻ തന്നെ നോക്കിയ രംഗം. ബോധം മറയുമ്പോഴും നിറഞ്ഞു കവിഞ്ഞു കണ്ട ആ പൂച്ച കണ്ണുകൾ. അതെ, അവൻ തന്നെ, ഡേവിഡ് കളത്തിങ്കൽ. മുന്നോട്ട് നടക്കാൻ പോലും ആവാതെ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി അവൾ. ഭൂതകാലത്തിന്റെ താൻ മറക്കാൻ ശ്രമിക്കുന്ന ചില ചിത്രങ്ങൾ വീണ്ടും തന്നെ ചുട്ടു പൊള്ളിക്കും പോലെ. കണ്ണുകൾ രണ്ടും ഇറുക്കിയടച്ച് ആ നിൽപ്പ് നിന്ന് കുറച്ചു നേരം. എന്നാൽ ചുണ്ടിലൂറിയ ഒരു ചെറുപുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവനും. അവനെ കടന്നു പിന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ആവാതെ കൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ച് ഓടിപ്പോകുന്നവളെ അവനും നോക്കി നിന്നു. നെഞ്ചിലൊളിപ്പിച്ച ഉള്ളിൽ വിങ്ങി ഒലിക്കുന്ന അത്രയും പ്രണയത്തോടെ. സ്കൂളിന്റെ മുറ്റത്തെത്തിയതും കിതച്ചു പോയിരുന്നവൾ. വർഷങ്ങൾക്ക് ശേഷം അവനെ കണ്ട് ഭീതിയിൽ അവൾ കണ്ണടച്ചു നിന്നു കുറച്ചു നേരം. അന്നാ റബ്ബർ എസ്റ്റേറ്റിൽ ബോധം മറയുമ്പോൾ കണ്ട ആ മുഖം, കയ്യിലൊരു വടിവാളുമായി ചോര ചിതറിയ രൂപം, അതായിരുന്നു അന്ന് അവസാനമായി കണ്ടത്. പിന്നെ അങ്ങോട്ട് താൻ ഓർക്കാൻ പോലും ആവാത്ത അതിഭീകരമായ ദിവസങ്ങളായിരുന്നു. ശരീരത്തിനേറ്റ മുറിവിനേക്കാൾ ആഴമുണ്ടായിരുന്നു മനസ്സിന്. അതായിരുന്നു മാനസികമായി തന്റെ സമനില തെറ്റിച്ച്. അത് കഴിഞ്ഞ് 1 വർഷമൊക്കെ ആയി കാണും. അതിനിടയ്ക്ക് എപ്പോഴൊക്കെയോ കേട്ടു കളത്തിങ്കിൽ സേവ്യർ എന്ന സ്വന്തം അമ്മാവനെ വെട്ടിക്കുന്ന ഡേവിഡ് കളത്തിങ്കലിന് ജാമ്യം കിട്ടിയെന്ന്. പക്ഷേ എന്തോ അന്നൊന്നും ഒന്നും തോന്നിയില്ല. പിന്നീട് ആരും ആ സംഭവങ്ങൾ കുത്തിപ്പൊക്കി ചർച്ചയാക്കാത്തതുകൊണ്ട് താനും പയ്യെല്ലാം മറന്നു. പക്ഷേ ഇന്ന് കണ്ണുകൾ കണ്ടപ്പോൾ ആ നോട്ടം മൺമറഞ്ഞു പോയ 1000 ഓർമ്മകൾ തന്നിൽ ഉണർത്തി. ചിലപ്പോഴൊക്കെ പാലുമായി പോകുമ്പോൾ കാണാറുണ്ടായിരുന്നു തിളങ്ങുന്ന വെള്ളാരം കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്നത്. പൊതുവെ വായാടിയും കുട്ടിക്കളിയുമായിട്ടാണെങ്കിലും അന്നും ആ നോട്ടം താങ്ങാൻ വയ്യാത്ത പോലെ ആയിരുന്നു. അവന്റെ വെട്ടം കാണുന്ന നേരം ഇറങ്ങി ഓടുമായിരുന്നു. കുറുപ്പ് മാഷിന്റെ പബ്ലിക് ലൈബ്രറിയിലും കണ്ടിട്ടുണ്ട്. തന്നെ കാർന്നു തിന്നുന്ന സേവ്യറിന്റെ പിന്നിൽ ചോര ധരിച്ച മുഖവുമായി നിൽക്കുന്നതാണ്. ഏതോ ഒരു മായ കാഴ്ച പോലെ. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല, ഓർത്തിട്ട് പോലുമില്ല. അല്ലെങ്കിലും ആ ഓർമ്മകൾ താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അന്നൊന്നും അത്രയ്ക്ക് ബോധമുണ്ടായിട്ടില്ലെങ്കിലും ഇന്ന് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മാനവും ചാരിത്രവും നഷ്ടപ്പെട്ടവളാണ് താനെന്ന് തൻ്റേതല്ലാത്ത കാരണത്താൽ ഒരു മൃഗം കടിച്ചു തുടങ്ങിയതാണെങ്കിലും തൻ്റെ ശരീരം കളങ്കപ്പെട്ടു എന്നത് ഓർക്കുമ്പോൾ ചിലപ്പോൾ വിധിയോട് തന്നെ ഒരു പുച്ഛമാണ്. ഏതൊക്കെയോ ഓർമ്മയിൽ അവൾ തറയിലിരുന്ന് കിതച്ചു. എന്താ കുട്ടി, എന്തുണ്ടായി? സാധാരണ എത്ര സന്തോഷമായിട്ടാണ് നീ സ്കൂൾ കോമ്പൗണ്ട് നടന്നു വരുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ. വീട്ടിലെ അമ്മയ്ക്ക് എന്തെങ്കിലും? അയാൾ വിടാൻ ഭാവമില്ലായിരുന്നു. അതൊന്നുമില്ല മാഷേ, ഞാനിന്നൊരാളെ കണ്ടു. ആരെ? ഡേവിഡ് കളത്തിങ്കൽ. എങ്ങോട്ടോ നോയിക്കൊണ്ട് അവൾ പറഞ്ഞു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം കുറുപ്പ് മാഷ് അവിടെ ചുമലിൽ കൈവച്ച്. എന്റെ കുട്ടി, നീ അതിനെത്ര പേടിക്കുന്ന എന്തിനാ? എനിക്കറിയില്ല മാഷേ. എൻ്റെ ഓർമ്മകളിൽ നിന്ന് പോലും മായ്ച്ചു കളയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ അതെന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും പോലെ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്റെ കുട്ടി, അതൊക്കെ നിന്റെ വിധിയായിരുന്നു. അതിനിപ്പോൾ ഇങ്ങനെ തലയിലിട്ട് പേടിച്ച് നടക്കേണ്ട നീ. ചെല്ല്, പോയി നിന്റെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് വൈകുന്നേരം സംസാരിക്കാം. വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയണം. കാരണം നിറഞ്ഞ ചിരിയായിട്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരാനാ എല്ലാ കുട്ടികളും കാത്തിരിക്കുന്നത്. ശരി മാഷേ. അവൾ തല ഉരുക്കിക്കൊണ്ട് ഓഫീസിലേക്ക് നടന്നു. അവൾ പോകുന്ന നോക്കുന്ന കുറുപ്പ് മാഷ് പോക്കറ്റിൽ നിന്ന് ഫോൺ വലിച്ചെടുത്തു. ഒരു നമ്പർ ഡയൽ ചെയ്തു. എടാ കള്ള കഴിവേറി, നീ എന്റെ കോച്ചിനെ എന്നാളാ ചെയ്ത്? സത്യം പറ, അതാ കരഞ്ഞോണ്ടാ കയറി വന്ന്. ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ പെണ്ണിന് മുമ്പിൽ ഞാൻ ഇന്ന് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടല്ലേ ഉള്ളൂ. മറുപുറത്തൊരു കള്ളച്ചിരിയാണ്. എന്താ നിന്റെ ഉദ്ദേശം? മാഷ് ഗൗരവത്തിലായി. അറിയില്ല, ഓരോ തവണ ഈ പെണ്ണിങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ വണ്ടിയിലേക്കിട്ട് വല്ല പള്ളിമേടയിലും കൊണ്ടുപോയി മിന്നു കിട്ടിയാലോന്ന് വിചാരിക്കും. പക്ഷെ എത്ര പറഞ്ഞാലും ഞാനൊരു കൊലയാളിയല്ലേ മാഷേ. അവളെ ഉപദ്രവിച്ചതിനെ വെട്ടിവീഴ്ത്തുന്ന എൻ്റെ മുഖമേ അവളുടെ ബോധത്തിലുണ്ടാവും. അതുതന്നെയാ എന്നെ വീണ്ടും മറിഞ്ഞിരുന്ന് കാണാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ഇന്നെനിക്ക് പറ്റിയില്ല. എന്നെ കണ്ടപ്പോഴുണ്ടായ ഞെട്ടിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായതാ പാവ ഒരുപാട് പേടിച്ചെന്ന്. വേണ്ട, ഇനി അവളെങ്ങനെ ഒറ്റയ്ക്ക് ഉരുകാൻ വിട്ടുകൊടുക്കില്ല. അവളെ കാണണം, സംസാരിക്കണം. അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ എനിക്ക് അതിന് മാത്രം മതി. എന്താടാ, സിമ്പതിയാണോ? തൻ്റെ അമ്മാവൻ ചെയ്ത തന്തയില്ലായ്മയ്ക്കുള്ള പശ്ചാത്താപാണോടാ? അതിന് ഉത്തരം ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഇന്നും ഈ ഡേവിഡിന് അതേ ഉത്തരം തന്നെയാ. അവൻ അതേ ചിരിയാൽ തന്നെ പറഞ്ഞു. മാഷിന്റെ മനം സംതൃപ്തിയോടെ നിറഞ്ഞു. എന്നാ നീ ഒരു കാര്യം ചെയ്യ, ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വാ.
ക്ലാസ് കഴിഞ്ഞാൽ അവളിവിടെ ഉണ്ടാവും. എന്തായാലും ഈ കൂടിക്കാഴ്ച ഇനി വൈകിക്കണ്ട. താങ്ക് യു മാഷേ, അവൻ പതിയെ പറഞ്ഞു. വെച്ചിട്ട് പോടാ. കുറുപ്പ് മാഷ് ഒരു ചിരിയോടെ ഫോൺ പോക്കറ്റിലിട്ട് ഓഫീസിലേക്ക് നടന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് അർച്ചനയും കുറച്ച് കുട്ടികളും ക്ലാസ് റൂമിൽ തന്നെ അവരുടേതായ തിരക്കിലാണ്. കലാമേളയിൽ ഡ്രോയിങ് സെലക്ട് ആയ കുട്ടികൾക്ക് ഒന്നുകൂടി ട്രെയിനിങ് കൊടുക്കുകയാണ്. അർച്ചന ടീച്ചറെ, മാഷ് വിളിക്കുന്നുണ്ട്. ആ, ഞാൻ പോയിക്കോളാം. അത് കേട്ടതും ആ പെൺകുട്ടി തലയാട്ടി പുറത്തേക്ക് നടന്നു. എന്നാൽ ശരി, ബാക്കി നാളെ നോക്കാം. കുട്ടികളോടായി പറഞ്ഞതും അവർ ധൃതിയിൽ പുസ്തകം ബാഗിൽ വെച്ച് പുറത്തേക്ക് ഓടി. സ്കൂൾ വിട്ടതിനാൽ മിക്ക കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു. ദൂരെ ഗ്രൗണ്ടിൽ കുറച്ച് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് കുറച്ച് കുട്ടികൾ അവർക്ക് വന്ന ഓട്ടോയിൽ കയറാൻ തിരക്കൂട്ടുന്നുണ്ട്. മുറ്റത്തെ ആൽത്തറയിൽ കുറുപ്പ് മാഷ് ആരോടോ സംസാരിക്കുകയാണ്. പുറംതിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മുഖം വ്യക്തമല്ല. അപ്പോഴാണ് അവൾ അതിനടുത്തായി പാർക്ക് ചെയ്ത ആ കറുത്ത കാർ ശ്രദ്ധിച്ച് അതിലെ നമ്പറിലേക്കൊന്ന് കണ്ണോടിച്ചപ്പോൾ പിടിച്ചു കെട്ടിയ പോലെ അവിടെ നിന്നു. സത്യത്തിൽ അപ്പോഴാണ് അവൾക്ക് രാവിലെ നടന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വന്നത്. ക്ലാസ്സിൽ കയറി ആ മക്കളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്റെ എല്ലാ വിഷമങ്ങളും മറന്നുപോയിരുന്നു. സത്യത്തിലെ ക്ലാസ്സും കുട്ടികളും സ്കൂളും ഒക്കെ തന്നെയാണ് അവളിലെ ആ ശൂന്യത മറക്കാനുള്ള ഏക മരുന്ന്. അതുവരെ നടന്നിരുന്ന സ്പീഡ് പതിയെ കുറച്ചുകൊണ്ടാണ് അവൾ മാഷിന്റെ അടുത്തേക്ക് നടന്നത്. മാഷിന്റെ അടുത്തായി ഫോൺ പിടിച്ച് കൈകൾ കെട്ടി നിൽക്കുന്ന ഒരാൾ ആരൊക്കെയാണെന്ന് അവൾ ഭയന്നു. അത് ഞാൻ നനച്ച ആളാവില്ലേ എന്ന് അവൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. മോളെ, നിനക്കൊരു വിസിറ്റർ ഉണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ കുറുപ്പ് മാഷ് പറഞ്ഞു. അവളൊന്ന് തല ഉയർത്തി. ദേവി. കുറുപ്പ് മാഷ് വിളിച്ചു. പുറത്തെ ഗ്രൗണ്ടിലേക്ക് നോക്കി നിന്നിരുന്ന അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു. അത് അവനാവില്ലേ എന്ന പ്രതീക്ഷയോടെയാണ് പെണ്ണ് കണ്ണടച്ച് നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി ഡേവിഡിന്. കണ്ണുകൾ രണ്ടും ഇറുകെ അടച്ചു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ഒരു വാത്സല്യം തോന്നിപ്പോയി അവൻ അന്നേരം. മോളെ. മാഷും ഒരു ചെറു ചിരിയാലെ അവളുടെ തോളിലും തട്ടി. അവൾ മാഷിനെ കണ്ണു നിറച്ച് നോക്കി. അപ്പോഴും തന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരുവനെ അവൾ നോക്കിയതേയില്ല. മോളെ, ഇത് ഡേവിഡ്. നിനക്കെങ്ങനെയാണ് പരിചയം എനിക്കറിയാം. പക്ഷേ എനിക്ക് ഇവൻ എൻ്റെ ശിഷ്യനും ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് എൻ്റെ മോനെ പോലെ, അല്ലെങ്കിൽ അത്രമേൽ പ്രിയപ്പെട്ടവനുമാ. ഇവന് നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. നിങ്ങൾ സംസാരിക്കുകയും. എനിക്ക് മാഷേ. പേടിക്കണ്ട കുട്ടി. നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഇന്നേവരെ നിന്റെ കുറുപ്പ് മാഷി ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഓഫീസിലുണ്ടാവും. അതും പറഞ്ഞ് അവളുടെ തോളിലും തട്ടി അവളെ മാത്രം നോക്കി നിൽക്കുന്ന ഡേവിഡിനെ നോക്കിക്കൊണ്ട് അയാൾ ഓഫീസിലേക്ക് കയറിപ്പോയി. അമ്മു, അവൻ പതിയെ വിളിച്ചു. അവളൊരു ഞെട്ടിലോട് അവനെ മുഖമുയർത്തി നോക്കി. അമ്മു. ആ പേര് വീട്ടിൽ അച്ഛൻ മാത്രം വിളിച്ചിരുന്നതാണ്. അത് അച്ഛൻ മാത്രമേ തന്നെ വിളിക്കാറുള്ളൂ. വീണ്ടും അച്ഛൻ്റെ ഓർമ്മകൾ ഒരു വിങ്ങലായി വന്ന് നിന്നു. എനിക്കറിയാം നീ ഇപ്പം എന്താണ് ആലോചിക്കുന്നതെന്ന്. നിന്റെ അച്ഛൻ, ഞങ്ങളുടെ രഘുവേട്ടൻ, കളത്തിങ്കൽ സേവ്യൻ്റെ ഇളയപ്പങ്ങൾ റീത്തയുടെ മകനാണ് ഞാൻ. അപ്പം മരിച്ചത് ഞാൻ അമ്മയും കോട്ടയത്ത് അപ്പൻ്റെ വീട്ടിലായിരുന്നു. അവിടെ അപ്പൻ്റെ അമ്മയും ഒറ്റയ്ക്കായതിനാൽ എനിക്ക് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ലായിരുന്നു. അങ്ങനെ ഏകദേശം 1 വർഷമായപ്പോഴാണ് അവിടുത്തെ വല്യമ്മച്ചയും പെട്ടെന്ന് മരണപ്പെടുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത റബ്ബർ തോട്ടങ്ങൾക്ക് ഏലത്തോട്ടങ്ങൾക്ക് അവകാശികൾ പിന്നെ ഞാനും അമ്മയും മാത്രമായി. ആ സമയയുടെ കളത്തിങ്കൽ സേവ്യറും കുടുംബവും മാത്രമായിരുന്നു. സേവ്യർ ചാച്ചൻ്റെ മോശം സ്വഭാവം കള്ളുടിയും കാരണം വിദേശത്തുള്ള മക്കൾ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു. അമ്മയും മക്കളും അച്ഛൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചതാണെന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയുള്ളൂ. സമ്പത്ത് കഴിഞ്ഞ അയാൾക്ക് മദ്യത്തോടും പെണ്ണിനോടാണ് കമ്പെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പുറമേ അയാൾ അത്രയ്ക്കും മാന്യനായിരുന്നു. കോട്ടയത്ത് തനിച്ചായ എന്നെ അമ്മയും അയാൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു. കാരണം കളത്തിങ്കിലെ എല്ലാ സമ്പത്തിലും സേവ്യറപ്പോൾ തന്നെ എൻ്റെ അമ്മച്ചിയും തുല്യ അവകാശം ഉണ്ടായിരുന്നു. അയാളുടെ അതിരുവിട്ട മദ്യപാനം 1-2 വർഷം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. അന്നൊക്കെ ഞാൻ അവിടെ കോട്ടയത്ത് ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കുകയാണ്. വീക്കെൻഡിൽ മാത്രമേ വരാറുള്ളൂ. പിന്നെ +2 കഴിഞ്ഞ സമയത്താണ് അമ്മ മരിക്കുന്നത്. ഇവിടുത്തെ എസ്റ്റേറ്റിൽ തൂങ്ങിയ നിലയിലായിരുന്നു. അമ്മയ്ക്ക് എന്തോ ഒരു അവീതം ഉണ്ടായിരുന്നെന്നും അതിൻ്റെ നൈരാശ്യത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ അന്ന് പലരും പറഞ്ഞു. അത് സേവ്യർ എന്ന സ്വന്തം സഹോദരൻ കെട്ടിച്ചമച്ച് കള്ളമാണെന്നറിയാൻ വളരെ വൈകി. അമ്മ പോയത് പിന്നെ ഞാനും ഈ നാട്ടിൽ നിന്നിട്ടില്ല. തിരികെ ബോർഡിങ്ങിലേക്ക് തന്നെ പോയി. അവിടുന്ന് പഠനം മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ അമ്മ പോയതിൽ പിന്നെ അയാൾക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. എന്നെ ഇടയ്ക്കൊക്കെ കളത്തിങ്കൽ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അവിടെ വന്നാലും ഞാൻ ഒറ്റപ്പെട്ട പോലെയായിരുന്നു. അയാളും കൂട്ടുകാരും മദ്യമായിട്ടൊരു മൂലയിലുണ്ടാവും. അന്നൊക്കെ എനിക്ക് കൂട്ടി റബ്ബർ വെട്ടാൻ വരുന്ന ഞങ്ങളുടെ രഘുവേട്ടനായിരുന്നു. ഞങ്ങളുടെ റീത്ത കൊച്ച് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അതേ എപ്പോഴും പറയായിരുന്നു. വെക്കേഷനൊക്കെ വീട്ടിൽ വന്നാൽ ബോറടിച്ചിരിക്കുന്ന എന്നോട് കുറുപ്പ് മാഷിൻ്റെ ലൈബ്രറിയെ കുറിച്ച് പറഞ്ഞു തന്നും നിന്റെ അച്ഛനായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അമ്മച്ചിയെ പഠിപ്പിച്ച മാഷാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് എന്നോട് വലിയ അടുപ്പത്തിലായി. വൈകുന്നേരം റബ്ബർ തോട്ടത്തിൽ പിറ്റേന്ന് വെട്ടാനുള്ള മരങ്ങൾ കണക്കാക്കാനും നോക്കാനും പോകുമ്പോൾ ഞാനും പോവായിരുന്നു രഘുവേട്ടൻ്റെ കൂടെ. അവിടെ നോക്കിയാ ആ അച്ഛൻ്റെ വായാടിയായ അമ്മുവിനെ കുറിച്ച് അറിയുന്നത്. അവളുടെ കുസൃതിയും കുറുമ്പൊക്കെ പറഞ്ഞേക്കുമ്പോൾ അവളെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു.
എനിക്കും വേറെ ആരും കൂട്ടിനില്ലാത്തതുകൊണ്ടാവാം. കണ്ട പാടത്തും പറമ്പിലും പാറയടക്കം നിന്നെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. 10ാം ക്ലാസ്സായിട്ടും കുട്ടികളി മാറാത്ത നീ പാലുമായി പോയ സകല കലാപരിപാടികളും കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ആ പെണ്ണിനെ രഘുവേട്ടന് ജീവനായിരുന്നു. അങ്ങനെ ഇരിക്കെ കളത്തിങ്കിൽ സേവിയറെന്ന അയാൾ എന്തുദ്ദേശം വെച്ചാണ് അവിടേക്ക് പാല് കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അയാളുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത എപ്പോൾ കടന്നുകൂടിയെന്ന് ആർക്കും അറിയില്ല. ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നീ ഓടിക്കളഞ്ഞു. എന്നെ കണ്ട പാവാടയും പൊക്കി പിടിച്ച് ഓടുന്ന പെണ്ണിനോട് എൻ്റെ മനസ്സിലുള്ള വികാരം എന്താണെന്ന് അതൊന്നും എനിക്ക് പോലും അറിയില്ലായിരുന്നു. ലീവ് കിട്ടുമ്പോഴേക്ക് ഇവിടേക്ക് ഓടി വരുമ്പോൾ ഈ മുഖമൊന്ന് കാണാനും വല്ലാത്ത കൊതിയായിരുന്നു. ഞാൻ വളരും തോറും ആ ഇഷ്ടവും എന്നോടൊപ്പം വളർന്നു വന്നു. അമ്മ മരിച്ചപ്പോൾ പിന്നെ അത് മാത്രമായി കോളേജ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്രധാന കാരണം. ഒരു ദിവസം പറയാതെയാണ് ഞാൻ കളത്തിങ്ങിലേക്ക് കയറി ചെന്നത്. കോളേജിലെ ക്യാമ്പ് കഴിഞ്ഞ് കിട്ടിയ ബസ്സിൽ പെട്ടെന്നങ്ങ് പോകുന്നതായിരുന്നു. വീട്ടിലാരെയും കാണാതായപ്പോൾ ചുമ്മാ ഔട്ട് ഹൗസിൽ അയാളുടെ സ്ഥിരം മദ്യശാലയിലേക്ക് പോയി നോക്കി. അയാളും കൂട്ടുകാരും അന്നേരം അവിടെ തിമിർത്താടുകയായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായ സംസാരം കേൾക്കാൻ ഇടയായത്. അയാൾ എൻ്റെ അമ്മയെ അയാളുടെ കൂട്ടാളികൾക്ക് വഴങ്ങാതെയായപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊന്നാണെന്നും മരണശേഷം അതൊരു സൂയിസൈഡാക്കാൻ വേണ്ടി കെട്ടിത്തൂക്കിയതാണെന്നും ഇവിടെയുള്ള സ്വത്തുക്കൾ മുഴുവൻ അയാൾക്ക് കിട്ടണമായിരുന്നു. പിന്നെ കോട്ടയത്തെ എൻ്റെ അപ്പൻ്റെ സമ്പത്തും കൂടി നേടിയെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കേൾക്കാൻ പറ്റാത്ത എന്തോ കേട്ട പോലെ നേരെ ഓടിയത് കുറുപ്പ് മാഷിൻ്റെ ലൈബ്രറിയിലേക്കായിരുന്നു. എല്ലാം കേട്ടപ്പോൾ മാഷാകെ തകർന്നുപോയി. കാരണം സേവിയറിന് ഇങ്ങനൊരു മുഖം ആർക്കും പരിചിതമല്ലല്ലോ. എൻ്റെ പ്രായം ചെറുതായതിനാലും അയാളോട് ഇടഞ്ഞാൽ എന്നെയും കൊല്ലുന്ന ഭയത്താലും മാഷെന്നെ തിരിച്ച് കോട്ടയത്തേക്ക് തന്നെ വിട്ടു. എന്താണെന്ന് ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാണ് എന്നെ തിരികെ ബസ് കയറ്റിയത്. അന്ന് ഞാൻ അങ്ങോട്ട് വന്നും ഈ കാര്യങ്ങളൊക്കെ കേട്ടതും ഞാനും കുറുപ്പ് മാഷും അല്ലാതെ ആരും അറിയില്ലായിരുന്നു. കോട്ടയത്ത് വന്ന് ഞാൻ നേരെ പോയത് അപ്പൻ്റെ ഇടവയിലെ പള്ളിയിലേക്കായിരുന്നു. അവിടുത്തെ ഫാദർ ഫ്രാൻസിസ് അപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. തകർന്ന മനസ്സോടെ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ നന്നായി കുമ്പസാരിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നും തെറ്റ് ചെയ്തവർ അതെന്തായാലും അനുഭവിക്കണമെന്നും എന്നാൽ നീ ഇപ്പോൾ സംയമനം പാലിക്കണമെന്നും ഫാദർ പറഞ്ഞു. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മോനായതിനാൽ അപ്പൻ്റെയും അമ്മയുടെയും സമ്പത്തൊന്നും വിട്ടുകൊടുക്കരുതെന്നും ഇപ്പോൾ അയാൾക്കെതിരെ തിരിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം എന്നെ ഉപദേശിച്ചു. എല്ലാ തെളിവുകളുമായി നമുക്ക് അയാളെ പൂട്ടണമെന്ന് ഫാദറും തീരുമാനിച്ചു. ഫാദർ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കമ്മീഷണർ ഷാജഹാനായിട്ട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ലെന്നും നോർത്തിലേതോ കേസ് ആവശ്യമായിട്ട് പോയതാണെന്നും അടുത്ത മാസം തിരിച്ചു വന്നിട്ട് വേണ്ട പോലെ ചെയ്യാമെന്നും പറഞ്ഞു. ഇനിയാളെ കൊടുക്കാനല്ലാതെ ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ച എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പാദസരക്കിൽക്കം കേൾക്കാതിരിക്കാനായില്ല. ആ മുഖമൊന്ന് കണ്ടാൽ മതിയായിരുന്നു. നിന്നെ ഒരു നോക്ക് കാണാതിരിക്കാൻ വയ്യെന്നായതോടെ പിന്നെ മറുത്തൊന്നും ചിന്തിക്കാതെ ബാഗെടുത്ത് ബസ് കയറി. കളത്തിങ്ങളോട്ട് ചെല്ലേണ്ട, മാഷിൻ്റെ ലൈബ്രറിയിൽ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഞാൻ പോവാണെന്നറിഞ്ഞപ്പോൾ അമ്മയുടെ ചില രേഖകളടങ്ങിയ പേപ്പറുകളൊക്കെ എടുക്കാൻ ഫാദർ പറഞ്ഞു. ആ ചാറ്റൽ മഴയുള്ള വൈകുന്നേരം അന്നാണ് നിന്നെ ഞാൻ. അത്രയും പറഞ്ഞ് അവരും നിർത്തി. അയാളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുനീരാൽ കുതിർന്ന മുഖത്ത് ഒരുതരം ഞെട്ടലാണ്. ആ മുറ്റത്തൊന്ന് അഴിഞ്ഞു കിടക്കുന്നതിൻ്റെ കുലുസും പിന്നെ തിണ്ണയിലിരിക്കുന്ന ആ പാൽക്കുപ്പിയും അരുതാത്ത എന്തോ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നി. അന്നേരം തന്നെയാണ് ഔട്ട് ഹൗസിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത്. ചുറ്റും റബ്ബർ കാടായതിനാലും പണിക്കാർ കിഴക്കേ പള്ളിയിൽ പെരുന്നാളിന് പോയതിനാലും ചുറ്റുവട്ടത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഓടി വന്ന് നോക്കിയാൽ ഞാൻ കാണുന്നത് നീ അയാൾക്കടിക്കണമെന്ന് പെടയുന്നതാ. ബാക്കി പറയാനാവാതെ അവൻ കണ്ണൊന്ന് അമർത്തി തുടച്ചു. അത് നീയാണെന്നറിഞ്ഞതും പാഞ്ഞെന്നൊരൊറ്റ വെട്ടായിരുന്നു. അന്നേരം നീ മാത്രമല്ല, ഒരു ദ്രോഹം ചെയ്യാത്ത എൻ്റെ അമ്മക്കും കൂടിയുള്ള നീതിയായിരുന്നു അത്. ബോധം മറയുമ്പോഴും പ്രാണന് വേണ്ടിയുള്ള നിന്റെ തേങ്ങൽ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. എന്നാൽ എൻ്റെ എല്ലാമായിരുന്ന അമ്മയ്ക്കും പിന്നെ ആരും അറിയാതെ ഉള്ളിലൊളിപ്പിച്ച എൻ്റെ പ്രണയത്തിനും വേണ്ടി അന്ന് ഞാൻ ചെയ്ത ക്രൂരതയ്ക്ക് എനിക്ക് ഇന്നും യാതൊരു കുറ്റബോധവുമില്ല. എല്ലാം കേട്ടു നിൽക്കുന്ന ആ പെണ്ണിൻ്റെ തൊണ്ടയിൽ പൊട്ടി വന്ന തേങ്ങൽ ഒരു വിതുമ്പലായി. ആംബുലൻസിൽ നിന്നെ കൊണ്ടുപോകുമ്പോൾ രഘുവേട്ടൻ ആ മുറ്റത്ത് വീണപ്പോഴാണ് ഞാൻ തകർന്നു പോയത്. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പിന്നെ ജയിലിലേക്കാണ് കുറുപ്പ് മാഷിനെ കാണാൻ വന്നത്. അപ്പോഴും എനിക്കറിയേണ്ടത് നിന്റെ കാര്യങ്ങളായിരുന്നു. അന്നാണ് കളത്തിങ്കൽ ഡേവിഡിന് അർച്ചനയോട് പ്രണയമാണെന്ന് കുറുപ്പ് മാഷ് മനസ്സിലാക്കിയത്. വീണ്ടും കേസും കോടതിയൊക്കെ ആയിട്ട് എൻ്റെ തടവറയുടെ നീണ്ട ഒരു വർഷം. അതിനിടയിൽ എൻ്റെ അമ്മയുടെ സൂയിസൈഡ് ഇല്ലെന്നും അതിനു പിന്നിൽ സ്വന്തം സഹോദരൻ സേവ്യറാണെന്നും ഫാദറിൻ്റെ കൂട്ടുകാരൻ ഷാജഹാൻ തെളിയിച്ചു. സേവ്യർ എന്ന ആ പകൽമാനിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തുകൊണ്ടുവരാനായി അതേ ഒരുപാട് ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടെന്നോണം എനിക്കും ജാമ്യം കിട്ടി. അപ്പോഴും നിന്റെ വിവരങ്ങളെല്ലാം കുറുപ്പ് മാഷിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. നീ ഇപ്പോൾ +2-നാണെന്നും നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നൊക്കെ എന്നോട് പറയും. നീ മാഷിന് കൊടുക്കുന്ന പെയിൻറ്റിങ്ങൊക്കെ എനിക്ക് കാണിച്ചു തരും. ഇനി സ്വന്തമായി എല്ലാം നേടിയെടുത്ത് അങ്ങോട്ടേക്കുള്ളൂ എന്നാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ അപ്പൻ്റെ നാട്ടിലങ്ങ് കൂടി. അതിനിടയിൽ അമ്മ മരിച്ചവും നിങ്ങളിവിടെ തനിച്ചാണെന്ന് കുറുപ്പ് മാഷ് പറഞ്ഞു. പിന്നെ ഇടയ്ക്കൊക്കെ വരും. സ്കൂളിലേക്ക് പോകുന്ന നിന്നെ കാണും. അപ്പോഴും നിന്റെ മുമ്പിൽ വരാൻ എനിക്ക് പേടിയായിരുന്നു.
ഞാൻ കാരണം നീ വീണ്ടും നിന്റെ ഭൂതകാല ഓർമ്മയിലേക്ക് പോവൂ, അത് വീണ്ടും നിന്നെ തളർത്തിക്കളയെന്നൊക്കെ. അത്രയും പറഞ്ഞ് അവൻ അവളെ നിന്ന് നോക്കി. അവന്റെ ആ പൂച്ച കണ്ണുകളിൽ തനിക്കായുള്ള പ്രണയത്തിന്റെ മിഴിനീർ തിളക്കം ആദ്യമായി കണ്ടുപിടിച്ചു. ഇമ വെട്ടാതെ അവനെ നോക്കി നിന്നു പോയവൾ തൊട്ടടുത്ത നിമിഷം അവനിൽ നിന്നൊന്ന് അകന്നു മാറി. എനിക്ക് പോണം. താനൊന്നും പറഞ്ഞില്ല. എനിക്കൊന്നും പറയാനില്ല. ഒരു വിവാഹം കുടുംബം, അതിനൊന്നും എനിക്ക് കഴിയില്ല. ഒരു പെണ്ണിനെന്താണ് ഏറ്റവും വിലപിടിപ്പുള്ളത്, അതിന്ന് എനിക്കില്ല. ആരുടെയും പ്രണയത്തിന് അവകാശിയാവാൻ എനിക്ക് അർഹതയില്ല. അവളൊരു ഉറപ്പുള്ള മനസ്സോടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എന്റെ കണ്ണിൽ എന്റെ പെണ്ണിന്റെ ശരീരത്തിനേക്കാൾ ഞാൻ മോഹിച്ചത് ആ സ്നേഹത്തിന് വേണ്ടിയാ. എന്നെ കണ്ടാൽ തിരിഞ്ഞോടുന്ന ആ പെണ്ണിനും എന്നോടുണ്ടായിരുന്ന ആരും അറിയാത്തൊരു ഇഷ്ടമായിരുന്നെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. അവന്റെ അവസാനത്തെ വാക്കിൽ അവളൊന്ന് തല ഉയർത്തി നോക്കി. ഞാൻ കൊള്ളില്ല, ഞാൻ ചീത്തയാ, ഒരു ഭാര്യയാവാൻ എനിക്ക് കഴിയില്ല. അതും പറഞ്ഞവൾ തിരിഞ്ഞടന്നു. എന്നാൽ എനിക്ക് കഴിയും നിന്നെ ഭാര്യയാക്കാനും. ഇന്നോളം മനസ്സിൽ സൂക്ഷിച്ച പ്രണയമൊക്കെ ഒട്ടും കുറയാൻ നിനക്ക് പകർന്നു തരാനും. പക്ഷേ എനിക്കിനി കഴിയാത്ത കാര്യം എന്താണെന്ന് വെച്ചാ നിന്നെ അല്ലാതെ ആ സ്ഥാനത്തേക്ക് വേറൊരാളെ കൊണ്ടുവരിക എന്നതാണ്. പിന്തിരിഞ്ഞടക്കുന്നവളുടെ കാതിൽ വീണ്ടും ആ വാക്കുകൾ ചിതറിത്തെറിച്ച് വീണു. എന്തിനാണെന്നറിയാതെ വീണ്ടും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ വേഗം വരാന്തയിലേക്ക് കയറി. എന്റെ കർത്താവേ, ഇവളിത് ഒരു നടക്ക് പോയില്ല. വീണ്ടും വണ്ടിയിലിരുന്ന് നോക്കി വെള്ളമിറക്കാനാ എന്റെ അവനൊരാലോചനയോടെ തലകുടഞ്ഞു. അർച്ചന ഓഫീസിലേക്ക് കയറിയപ്പോൾ അവിടെ അവളെ കാത്ത് കുറുപ്പ് മാഷ് ഉണ്ടായിരുന്നു. മാഷു എല്ലാം അറിഞ്ഞിട്ട് എന്നോട്. ഒരു സങ്കടത്തോടെ സ്വന്തം അച്ഛനോട് എന്ന പോലെ പരിഭവത്തിൽ അവൾ കരഞ്ഞു. എൻ്റെ കുട്ടിയെ ഞാനും തകർന്നിരുന്നു. ഒരു സമയത്തിൻ്റെ കുട്ടിക്ക് സംഭവിച്ചൊക്കെ ഓർത്തിട്ട്. പിന്നെ എൻ്റെ രഘു നിങ്ങളെ തനിച്ചാക്കിയെന്ന് അറിഞ്ഞപ്പോൾ. പക്ഷേ അന്ന് ജയിലിൽ നിന്ന് രവിക്ക് നിന്നെ ഇഷ്ടമാണെന്നും നിന്നെ സംരക്ഷിക്കാൻ അവൻ ഏതറ്റം വരെ പോകുമെന്നറിഞ്ഞപ്പോൾ മുതൽ ഞാൻ എത്ര സന്തോഷവാനാണെന്നറിയോ. നിനക്ക് കാവലായിട്ട് ആണൊരുത്തുണ്ടെന്ന സമാധാനത്തിലാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്. നിന്നെ പഠിപ്പിച്ച് ഇതുവരെ ഈ സ്കൂളിൽ ജോലി വാങ്ങിത്തന്ന പോലും അവൻ്റെ മിടുക്ക. അമ്മ പോയപ്പോൾ നിനക്കും അമ്മക്കും കാവലായിട്ട് എൻ്റെ പുറകിൽ നിന്നിരുന്ന ഡേവിഡ് കളത്തിങ്കിലെന്നവനാ. അപ്പോഴൊന്നും നിന്റെ മുമ്പിൽ വരാതെ എല്ലാം ചെയ്ത് നീ ഇനി കഴിഞ്ഞൊന്നും ഓർക്കാതെ ജീവിതത്തിലേക്ക് മടക്കി വരാനാ. അവളോടുള്ള എൻ്റെ പ്രണയം അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ അറിയിച്ചോളാന്ന് പറയും. എന്നാൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു ഞാൻ. മോളെ, അവനിഷ്ടപ്പെട്ട നിന്റെ മനസ്സ് മാത്രമാണ്. സ്കൂൾ വിട്ടാ കണ്ട മരത്തിനോടും ചെടിയോടും സംസാരിച്ച് പാടത്തെ കിളികളെയും കണ്ട് തോട്ടിൽ കുളിക്കുന്ന കുട്ടികളോട് കുശലം പറഞ്ഞ് വീട്ടിൽ പോകുന്ന ഞങ്ങളുടെ അർച്ചന ടീച്ചറിനെയാ. മരത്തിനോടും കിളികളോടും മീനിനോടൊക്കെ സംസാരിക്കാൻ മാത്രം എന്താ ഈ പെണ്ണിനെന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും. അവൻ്റെ പ്രണയം നിനക്കായിട്ട് അവൻ ഇത്രയും കാലം കാത്തുവെച്ചുവെങ്കിൽ അതിന് യഥാർത്ഥ അവകാശി നീ മാത്രമായിട്ട് തന്നെയാ. ഇതിലും സുരക്ഷിതമായ കൈകളുമായിട്ടോ ഇനി ആരും വരില്ല നിന്നെ സംരക്ഷിക്കാം. അയാൾ കണ്ണട ഊരി ഒന്നുകൂടി ശരിയാക്കി വെച്ചു. വേണ്ട മാഷും കൂടി എല്ലാം അറിഞ്ഞിട്ടും ഒരു വിവാഹ ജീവിതമൊന്നും ഞാൻ ഒരിക്കലും കൊതിച്ചിട്ടില്ല. ഇനി അത് ആഗ്രഹിച്ച എൻ്റെ അഹങ്കാരമായി പോവും. എൻ്റെ അമ്മക്ക് കൂട്ടായി ഞാനും, എനിക്ക് അമ്മയും മാത്രം മതി. മോളെ, നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. അവൾ ബാഗ് തോളിലേക്കിട്ട് തിരിഞ്ഞടന്നു. അവൻ ആ ദിനേശൻ ഇപ്പോഴും വരാറുണ്ടല്ലേ? അവളതിനും തലയാട്ടി. നേരത്തെ അറിയുവാണെങ്കിൽ മോൾ അങ്ങ് വീട്ടിലേക്ക് പോന്നോളൂ. അയാൾ വരുന്നോന്നും അറിയില്ല. അമ്മയ്ക്ക് പറ്റുന്ന സമയത്തൊക്കെ എന്നെ ടീച്ചറമ്മയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുമായിരുന്നു. ഇപ്പം അമ്മമ്മയ്ക്കൊന്നും പറ്റാതായില്ലേ? എന്നാ കുട്ടി സൂക്ഷിക്കണം. കള്ളു കുടിച്ചാ അവനൊരു മൃഗമാ. അയാളൊരു മുന്നറിയിപ്പെന്നോണം അവളോട് പറഞ്ഞു. എൻ്റെ ജീവൻ പോയാലും ഇനി എൻ്റെ ശരീരത്തിൽ തൊടാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല. അത്രയും പറഞ്ഞ് ആ ചാറ്റൽ മഴയിലേക്ക് ഇറങ്ങുന്ന അവളെ അയാൾ ഒന്നുകൂടെ നോക്കി. കളത്തിങ്കൽ ഡേവിഡിന്റെ അടുത്ത ഇര ഇനി ദിനേശനാണല്ലോ എന്ന ഓർമ്മയിൽ അയാൾ ചെറുതായിട്ടൊന്ന് മന്ദഹസിച്ചു. തുള്ളി പെയ്യുന്ന മഴയിലും കൂടെ ചൂടാതെ ഏതോ ഒരു ഓർമ്മയിൽ നടക്കുന്നവളുടെ ചിന്തയിൽ അവനും മാഷും പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു. എത്ര നിയന്ത്രിച്ചിട്ടും നിലക്കാത്ത കണ്ണുനീരമർത്തി തുടച്ച് അവൾ വീട്ടിലേക്കുള്ള കമ്പിവേലി തള്ളി തുറന്നു. അവിടെ എത്തുമ്പോഴേക്കും മാനം കറുത്തിരുണ്ടിരുന്നു. വേഗം പോയി ഡ്രസ്സ് മാറ്റി അടുക്കളയിൽ കയറി. രണ്ടാൾക്കും ചായ ഇട്ടു. രാവിലെ അമ്മമ്മക്കുള്ള കഞ്ഞി വെച്ചിട്ടാണ് പോയത്. താൻ വരുമ്പോഴേക്കും അവർക്ക് കഞ്ഞിയാണ് ഭക്ഷണം. അമ്മമ്മയ്ക്കും അത് തന്നെയാണ് ഇഷ്ടം. മുഖത്തെ സങ്കടം അമ്മാമ്മ കാണാതിരിക്കാൻ അധികം കളിച്ചിരികളും വർത്തമാനങ്ങളും കൂടുതലാക്കിയതാണ്. രാത്രിക്കുള്ള ദോശ കൂടി ഉണ്ടാക്കി വെച്ചേക്ക് കുട്ടിയെ. പുറത്ത് നല്ല മഴക്കോളും ഉണ്ട്. ശരി അമ്മമ്മേ. പുറത്ത് വീണ്ടും പേമാരി കുറവില്ലെന്ന് കണ്ടതോടെ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചാണ് നാളെ ചെയ്യാനുള്ള വർക്കുകൾ ചെയ്യാൻ നിന്നത്. മരുന്നും മന്ത്രങ്ങളൊക്കെ അമ്മ അടുത്ത കെട്ടിൽ ഇരിപ്പുണ്ട്. സമയം ഒരു 9:30 ആയപ്പോഴാണ് വാതിൽ തുടരെയുള്ള മുട്ടി കേൾക്കുന്നത്. ആരാ കുട്ടിയെ? ഒന്ന് നോക്ക്. ചിലപ്പോൾ ആ വനചെങ്ങാനോ ആവും. മുരുകാൻ പോയപ്പോൾ അവൾ ഒറ്റക്കായി കാണും.
മഴയായ അതിൻ്റെ കാര്യവും കഷ്ട. ചോർന്നൊലിക്കുന്ന കുടിയിൽ എങ്ങനെയാ കിടക്കുക? അമ്മാമ്മ കയ്യിലുള്ള ബാമെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ആ, ഞാൻ നോക്കാം. വനച്ച ചേച്ചി 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ മുരുകണ്ണം പറഞ്ഞല്ലോ. അതും പറഞ്ഞ് അവൾ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ ദേഹം വെട്ടിവറച്ചു. ചുണ്ണിലൊരു കനൽ ചുരുളുമായി ദിനേശൻ എന്തെങ്കിലും പറയും മുമ്പേ അയാൾ അകത്ത് കയറി വാതിലിന്റെ കൊളുത്തിട്ടു. ഏതൊക്കെ കിടക്കണം മോളെ, നല്ല ക്ഷീണം. ഇന്നാ പുറത്തിറങ്ങിയത്. അടുത്ത പണിക്ക് എന്തായാലും 2 ദിവസം പിടിക്കും. അപ്പൊ പിന്നെ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. അവൾക്ക് നേരെ പുകച്ചുരുൾ ഊതിവിട്ടു. കണ്ണുകൾ കൊണ്ട് തന്നെ കൊത്തി വലിക്കുന്നവനെ കണ്ട് അവളുടെ ശരീരം പൂങ്കുല പോലെ വിറച്ചു. ജയിലിൽ കിടക്കുന്ന ഓരോ രാത്രിയിലും എൻ്റെ ഉള്ളിൽ നീയായിരുന്നടി. ഏതൊരുത്തം കൊത്തി തിന്നിട്ടും എന്തൊരു ഭംഗിയാടി നിനക്ക്. അമ്മാമേ, അവൾ പേടിയോടെ വിളിച്ചു. അതവിടെ കിടന്ന് ഉറങ്ങിട്ടടി, നമുക്ക് അവിടെ കിടക്കാം. ദിനേശൻ അവിടെ കൈ പിടിച്ചു. അമ്മാമേ വിട്ട്, ഇങ്ങോട്ട് വാടി. എന്താ മോളെ? അയ്യോ ദിനേശ, ഈശ്വര, എന്റെ കുട്ടി മോളെ. ഓടി വന്ന അമ്മയാളുടെ കൈ പിടിച്ചതും അങ്ങോട്ട് മാറിക്കുന്നതാളെ. അതും പറഞ്ഞ അയാളൊരു തള്ളായിരുന്നു. അമ്മാമ്മയുടെ നേരെ പാഞ്ഞു നിന്ന് അവളുടെ അരയിലൂടെ കൈയിട്ട് അയാൾ ആ റൂമിൽ കയറി വാതിലടച്ചു. പുറത്ത് മഴയിൽ അവളുടെ ശബ്ദം ഇല്ലാതെയായി. മര്യാദക്ക് അടങ്ങിക്കിടക്കടി. അവളൊരു ശീലാവതിയാമെന്ന്. സിഗരറ്റിന്റെ ഗന്ധം വമിക്കുന്ന ആ ശരീരം തന്റെ മുകളിലേക്ക് അടുക്കവേ എവിടുന്നോ കിട്ടിയ ശക്തിയിൽ അയാൾ ആഞ്ഞൊരു തള്ളായിരുന്നു. നിനക്കാതെ കിട്ടിയ പ്രഹരമായതിനാൽ അയാൾ ആ കട്ടിലേക്ക് പുറമടിച്ച് വീണു. അഴിഞ്ഞൊളിഞ്ഞ മുടിയിൽ സ്ഥാനം മാറി കിടക്കുന്ന സാരിയുമായി വാതിൽ തള്ളി തുറന്ന് പുറത്തേക്കിറങ്ങിയ ആ പെണ്ണിനെ പ്രാണഭയത്തേക്കാൾ തളർത്തിക്കളഞ്ഞത് തന്റെ മാനഭയമാണ്. ഒരിക്കൽ തന്റേതല്ലാത്ത കാരണത്താൽ തന്നിൽ നിന്നും കവർന്നെടുത്ത ആ കുഞ്ഞു പെണ്ണല്ലായിരുന്നു അപ്പോൾ അവൾ. ഒരിക്കൽ കൂടി വിധിക്ക് മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇടിയും മിന്നലും ആർത്തിളക്കുന്ന ആ മഴയിൽ അവൾ ആ മുറ്റത്തേക്ക് ഓടിയിറങ്ങി. ഏതവനാടേ നിന്നെ രക്ഷിക്കാൻ ഈ നേരത്തുണ്ടാവുക? ദിനേശൻ ദേഷ്യത്തോടെ പുലമ്പിക്കൊണ്ട് അവൾക്ക് പിന്നാലെ ഓടി. ആ വീടിന്റെ ഇടവഴിയിലേക്കുള്ള കമ്പിവേലി തള്ളി തുറന്നു. അപ്പുറം റോഡിന്റെ വളവ് കഴിഞ്ഞാൽ കുറുപ്പുമാഷിന്റെ വീടാണ്. ഒരാശ്രയം എന്നോണം അവൾ അങ്ങോട്ടേക്ക് നോക്കി. അവിടെ റൂമിൽ നിന്ന് തന്നെ കയറി പിടിച്ചപ്പോൾ സർവ്വശക്തിയും എടുത്തൊരു തള്ളുകൊടുത്തതാണ്. ഇടിയുടെ ആഘാതത്തിൽ അയാൾ കട്ടിലേക്ക് മുതുകടിച്ച് വീണു. നിനക്കാത്തൊരടിയായതിനാൽ അയാളും ഒന്ന് ചുരുണ്ടു. ആ തക്കത്തിൽ ജീവനും കൊണ്ട് ഓടിയതാണ്. എന്നാൽ വീണെടുത്ത് എഴുന്നേറ്റ് ദിനേശനും പുറകെയുണ്ടെന്നത് അവളെ ഒന്നുകൂടി വിറപ്പിച്ചു. കല്ലുമുള്ള നിറഞ്ഞ ആ വഴിയിലെ കരിങ്കൽ ചീൾ കൊണ്ട് കാലു മുറിഞ്ഞു. എന്നാൽ ഇതൊന്നുമല്ലാത്തൊരു തരം തളർച്ചയാണ് അവളിൽ ഉണ്ടായിരുന്നത്. നനഞ്ഞൊട്ടിയ സാരിയും അഴിഞ്ഞുളഞ്ഞ മുടിയുമായി റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഏതോ വണ്ടിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം അവൾക്ക് നേരെ വന്നു വീണത്. കണ്ണുകൾ രണ്ടും ആ വെളിച്ചത്തിലൊന്ന് അടച്ചുപോയവൾ. ഒരാശ്രയം കിട്ടിയ ആശ്വാസത്തിൽ അവൾ ഒന്നുകൂടി അങ്ങോട്ട് നോക്കി. വണ്ടിയുടെ ബോണറ്റിന് മുമ്പിലായി ആരൊരാൾ ചാരി നിൽക്കുന്നുണ്ട്. ചുറ്റുമുള്ള ഇരുട്ടും റോഡിലെ ലൈറ്റ് കുറച്ചുകൂടി അകലായതിനാലും ആള് വ്യക്തമായില്ല. അപ്പോഴും പിന്നിലൊരു കൈകൊണ്ട് തലൊഴിഞ്ഞ് ഒരു ചെറുകിതപ്പോടെ ദിനേശനും ഓടിയെത്തിയിരുന്നു. മറുത്തൊന്നും ചിന്തിക്കാതെ അവൾ ആ വണ്ടിയുടെ നേരെ കുതിച്ചു. സർ പ്ലീസ്, എന്നെ രക്ഷിക്കണം, അയാൾ എന്നെ. അവളെ അയാൾക്ക് മുമ്പിൽ കൈകൂപ്പി പൊട്ടിക്കറഞ്ഞു. എന്നാൽ മിന്നി മിന്നി കത്തുന്ന ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ചുരുട്ടി പിടിച്ച മുഷ്ടിയിൽ കയ്യിലെ ഞരമ്പുകൾ പിടച്ചു. സർ പ്ലീസ്, അയാൾ എന്നെ ഉപദ്രവിക്കും. അതും പറഞ്ഞ് അവളൊന്ന് മിഴികൾ ഉയർത്തി നോക്കി. ചുവപ്പ് കലർന്ന കത്തുന്ന മിഴികളോടെ തനിക്ക് പിന്നിലുള്ള ദിനേശിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ച ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി പിന്നോട്ടാഞ്ഞു. ഡേവിഡ് കളത്തിങ്കൽ. എന്നാൽ പിന്നിലേക്ക് വേശുപോയ അവൾ അവന്റെ കൈ കൊണ്ട് വലിച്ചു തന്നെ നെഞ്ചിലേക്കിട്ട്. ഒരു തളർച്ചയോടെ അവന്റെ ഇട നെഞ്ചിലായി പതുങ്ങി നിന്നു അവളും. അപ്പോഴും ചെറുതായി തുടങ്ങിയ മഴ രണ്ടാളെയും നനയിപ്പിച്ചു. അവൻ തന്നെ 2 കൈ കൊണ്ട് അവളൊന്ന് പൊതിഞ്ഞു പിടിച്ചു. നീ ഏതാടാ? അവളെ വിട്ടേര്, അതെന്റെ മുതലാ. ദിനേശൻ തന്റെ താടിയൊന്ന് ഒഴിഞ്ഞു. നേരത്തെയുള്ള വീഴ്ചയിൽ അയാൾക്കും വേദനിക്കുന്നുണ്ടെങ്കിലും നനഞ്ഞൂട്ടിയ സാരിയുമായി അവന്റെ മുഖം അമർത്തി നിൽക്കുന്ന അവളുടെ ഉടൽ അയാളെ ചൂടുപിടിപ്പിച്ചു. നിന്നോടല്ലേടാ പറഞ്ഞേ, ആളെ വിട്. അതും പറഞ്ഞാൽ അവളൊന്ന് തൊടാൻ കൈ നീട്ടി. എന്റെ പെണ്ണിന്റെ മേലെ കൈ വെക്കുന്നോടാ നായേ. അതൊരലർച്ചയായിരുന്നു. ആറി തുടങ്ങിയ മഴയിലൂടെ അയാൾ നിലത്തേക്ക് തലയടിച്ച് വീണു. ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആവാതെ കിടന്ന് പിടഞ്ഞു. തന്റെ പെണ്ണ് എന്ന് മാത്രമേ കേട്ടുള്ളൂ അർച്ചന. എന്തിനെന്നറിയാതെ അവന്റെ ഷർട്ടിൽ ഒന്നുകൂടി പിടിമുറുക്കി. ആ നെഞ്ചിലേക്ക് ഒട്ടി നിന്നുപോയവൾ. പേടിച്ചു വിറക്കുന്ന ശരീരവും അത്രമേൽ തണുപ്പിൽ തന്റെ നെഞ്ചിലായി പതിക്കുന്ന ആ ചൂട് കണ്ണീരും അവനിൽ വീണ്ടും ദേഷ്യം നിറച്ചു. അവൾ നെഞ്ചിലേക്ക് അണച്ചുകൊണ്ട് അയാൾക്കരികിലേക്ക് 2 ചൂട് വെച്ച് നടന്നു ഡേവിഡ്.
ഇതെന്റെ പെണ്ണാ. ഈ ഡേവിഡ് കളത്തിങ്ങളുടെ ജീവനായിവള്. നീ തൊട്ടത് എന്റെ ഹൃദയത്തെയാ. ഇനി ഇവളുടെ ചുറ്റുവട്ടത്തെങ്ങാനും നിന്നെ കണ്ട പിന്നെ ഞാനിപ്പോ ബാക്കി വെച്ചേക്കുന്ന ഈ ഉയിരും ഞാൻ അങ്ങ് എടുക്കും. എടാ, അതും പറഞ്ഞ് അവൻ തന്റെ കാലുകൊണ്ട് അയാളുടെ അടിവരലായി നിഷ്കരണം തൊഴിച്ചു. ദേവി വേണ്ട. അവർക്ക് പിന്നിൽ വണ്ടിയിൽ നിന്നൊരു കൂടെ നിവർത്തി കുറുപ്പ് മാഷ് ഇറങ്ങി. തനിക്ക് പിന്നിൽ പരിചിതമായ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്നത്. എന്തോ അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു മാറി. എന്നാൽ അവനപ്പോഴും തന്റെ കലിയടങ്ങാ ദിനേശനെ തൊഴിക്കുകയാണ്. മാഷേ, അവൾ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. ഇല്ല മോളെ, പേടിക്കണ്ട, ഞങ്ങൾ എത്തിയില്ലേ. അയാൾ ഒരച്ഛന്റെ വാത്സല്യത്തോടെ അവളുടെ തലമുടിയിൽ തഴുകി. പേടി കൊണ്ട് അവളുടെ ശരീരം വിറക്കുന്ന അയാൾ അറിഞ്ഞു. മനസ്സിൽ ഒരച്ഛന്റെ വാത്സല്യത്തോടെ അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ദേവി വിട്ടേക്കവനെ, മതി. ആവത് വരുമ്പോ എണീറ്റ് പോയിക്കോളും. വാ, വെറുതെ ചാറ്റൽ മഴ കൊള്ളണ്ട. മാഷേ, അവിടെ വീട്ടിലെ അമ്മമ്മ. ഏതോ ഓർമ്മയിൽ അവൾ തിരിച്ച് വീട്ടിലേക്ക് ഓടി. ആ കുഞ്ഞു വെളിച്ചത്തിലും മറ്റൊന്നും ചിന്തിക്കാതെ ഇടവഴി കടന്ന് അവൾക്ക് പിന്നാലെ അവർ ഓടിപ്പോയി. അമ്മമ്മേ, അവൾ പേടിയോടെ വിളിച്ച് അകത്തേക്ക് കയറി. ആ കുഞ്ഞു വീടിന്റെ ഇടനാളിൽ തലയിൽ നിന്ന് ചോര വാർന്നിടക്കുന്ന അമ്മമ്മയെ കണ്ട് അവൾ അലറി വിളിച്ചുപോയി. അമ്മമ്മേ! തന്നെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്ന ദിനേശന്റെ മുന്നിൽ കയറി നിന്നാണ്. പക്ഷേ മദ്യത്തിന്റെ ലഹരിയിൽ അയാളുടെ ഒരൊറ്റ തള്ളിൽ ചുമരിലേക്ക് വീഴുന്നു. പിന്നെ തന്നെയും കൊണ്ട് റൂമിലേക്ക് കയറിയതാണ്. അപ്പോഴേക്ക് അവൾക്ക് പിന്നാലെ ഡേവിയും കുറുപ്പുമാഷും അകത്തേക്ക് കയറി. ഡേവി വേഗം അവരെ കോരിയെടുത്തു. ശരീരത്തിലെ ചോര വാർന്ന് പാതി തുറന്ന കണ്ണുമായി കിടക്കുന്ന അവരിൽ ഇനി പ്രതീക്ഷയില്ലെന്ന് അവൻ അപ്പോഴേ മനസ്സിലായി. എന്നാൽ തന്റെ പിന്നിൽ നിൽക്കുന്നവൾക്ക് അതുകൂടി കേൾക്കാൻ ത്രാണിയുണ്ടാവില്ലെന്ന് അറിയുന്നതിനാൽ അവൻ വേഗം അവരുമായി മുറ്റത്തേക്ക് ഇറങ്ങി. മഴയൊന്നും മാറി തുടങ്ങിയതിനാൽ അർച്ചനയുടെ നിലവിളിയും മറ്റ് ശബ്ദങ്ങളും കേട്ട് ചുറ്റുവട്ടത്തുള്ള 2-3 ആളുകളും കൂടി ഉണർന്നിരുന്നു. ആ ഒരു അമ്മമ്മയുടെ ശരീരവുമായി റോഡിലേക്ക് ഓടിയ ഡേവിന്റെ കൂടെ പാഞ്ഞു. പുറകിൽ കയറിയ അർച്ചനയുടെ മടിയിലായി അമ്മമ്മയെ കിടത്തി അവൻ വേഗം വണ്ടിയെടുത്തു. കുറുപ്പുമാഷും ധൃതിയിൽ മുന്നിൽ കയറിയിരുന്നു. അമ്മമ്മേ! സർവ്വതും തകർന്നുള്ള അർച്ചനയുടെ ആ നിലവിളി അവന്റെ ഉള്ളുലച്ചു. ചെന്നപാടെ വെന്റിലേറ്ററിൽ കയറ്റി അവർക്ക് മുമ്പിൽ അതിന്റെ വാതിലടഞ്ഞു. ICU എന്നെഴുതിയ ആ ജാലകത്തിന് മുമ്പിൽ കുഴഞ്ഞു വീഴാനാഞ്ഞ അവിടെ ഡേവിഡ് തന്റെ കൈകൾ കൊണ്ട് നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. അമ്മമ്മേ, അമ്മമ്മ കൂടി പോയ ഞാൻ തനിച്ച്. എനിക്ക് പേടിയാ. എല്ലാവരും എനിക്ക് പേടിയാ അമ്മമ്മേ. അവൾ എന്തൊക്കെയോ പുലമ്പി പറഞ്ഞു. ആരില്ലാതെയായാലും നിനക്ക് ഞാനില്ലേ. അങ്ങനെ നിന്നെ തനിച്ചാക്കാൻ ഞാൻ വിട്ടുകൊടുക്കൂ. അവനും പരിസരം മറന്ന് അവിടെ നെറുകയിൽ ചുണ്ടമർത്തി. അവർക്ക് പിന്നിൽ കസേരയിൽ ഇതെല്ലാം കണ്ട് മാഷി ഒരു തരം നിർവികാരതയോടെ ഇരുന്നു. കാരണം അയാൾക്കറിയാം, പൂർണ്ണ മനസ്സോടെ അല്ല അവളിപ്പോൾ അവന് വിധേയപ്പെട്ട് നിൽക്കുന്നതെന്ന്. അരമണിക്കൂറോളം സമയത്തിന് ശേഷമാണ് ICUവിന്റെ വാതിൽ തള്ളി തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. സോറി, വി കാൺട്ട്. നല്ലോണം ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഏജ് ഒരു പ്രോബ്ലം ആയിരുന്നു. ബോഡി നിങ്ങൾക്ക് കൊണ്ടുപോവാം. ആ വാക്കിൽ തന്നെ ചെവി രണ്ട് കൊട്ടിയടഞ്ഞ പോലെ തലയിലൊരു മൂളൽ മാത്രമേ അവശേഷിക്കുന്നു എന്ന് തോന്നിപ്പോയി അവൾക്ക്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ തോന്നിയതാണ്. എന്നാലും ദൈവം തന്നെ കൈവിടില്ലെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അവിടെ അവൾ തനിച്ചായി. തന്റെ പെണ്ണിന്റെ തകർന്നടിഞ്ഞുള്ള ആ നിൽപ്പ് കാണവേ ആരും അറിയാതെ അവനും കണ്ണുകൾ തുടച്ചു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഏതോ ഒരു വിദൂരതയിലെന്ന പോലെ എല്ലാം അവൾ നോക്കി കാണുകയായിരുന്നു. അമ്മമ്മയെ രാവിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. തളർന്നു തൂങ്ങിയ തന്നെ ദേവി ടീച്ചർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വെള്ള പുതപ്പിച്ച ആ കൊച്ചു വീടിന്റെ പിന്നിൽ കുറച്ചു നേരം കിടത്തി. പിന്നെ മുറ്റത്തെ പുളിമരച്ചൂട്ടിൽ അച്ഛനും അമ്മയ്ക്കും അരികെ അമ്മമ്മയും ഓർമ്മയായി. അതിനിടയിൽ എപ്പോഴോ നനഞ്ഞൊട്ടിയ തന്റെ സാരി ഒന്ന് മാറ്റിയിട്ടുണ്ട്. വീട്ടിൽ തടിച്ചുകൂടി എല്ലാവരും കളമൊഴിഞ്ഞു. അല്ലെങ്കിലും ഒരുപാട് ബന്ധുക്കളും തങ്ങൾക്കില്ലല്ലോ. പിന്നെ ആ വീട്ടിൽ തനിച്ചായത് അവളും കുറുപ്പുമാഷും ടീച്ചറുമായിരുന്നു. ഒന്ന് കരയാൻ പോലും ആവാതെ തനിച്ചിരിക്കുന്ന അവളെ ചേർത്ത് പിടിച്ച് ടീച്ചറും ഒപ്പം ഇരുന്നു. പിറ്റേ ദിവസം എങ്ങനെയൊക്കെയോ കൊഴിഞ്ഞു വീണു. തനിക്കായി കൂട്ടിയിരിക്കുന്ന ആ 2 വൃദ്ധജന്മങ്ങളെ ഓർത്തിട്ടാണ് പിന്നെ അവൾ ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റത്. ഞാൻ കാരണം അവരും കൂടി ബുദ്ധിമുട്ടരുതെന്ന് വിചാരിച്ചു. തെക്കേ തൊടിയിൽ 2 തിരിനാളങ്ങൾക്ക് കൂട്ടായി അമ്മമ്മയും കൂടി ചേർന്നു. ഇവിടെ താൻ മാത്രം തനിച്ചായി. ദിവസങ്ങൾ 2ആയി, പിന്നെ 3ആയി. അങ്ങനെ കൊഴിയാൻ തുടങ്ങി. അപ്പോഴും തനിക്ക് കൂട്ടായി കുറുപ്പുമാഷും ടീച്ചറും തന്റെ 2 വശത്തുമായി ചേർന്ന് നിന്നു. അവരെന്തിനാണ് തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതെന്ന് അവൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം ഇതുവരെ കൂട്ടുന്ന മാഷിനെയും ടീച്ചറെയും നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് വീട്ടിലേക്ക്. താനിപ്പോൾ ഓക്കെ ആണെന്നും രാത്രി വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ അവൾ അച്ഛനും അമ്മയ്ക്കും അമ്മമ്മയ്ക്കരിയിലേക്ക് നടന്നു. ആ 3 കുഴിമാടങ്ങൾക്കരിയിലായിരുന്നു. എന്നെ മാത്രം ഇവിടെ തനിച്ചാക്കി നിങ്ങൾ 3 പേരും അവിടെ ഒരുമിച്ചായില്ലേ? അവളൊന്ന് തേങ്ങിപ്പോയി. അന്നേരമാണ് തനിക്ക് പിന്നിലെ ആരോ നിൽക്കുന്നെന്ന് തോന്നി അവൾ തല ഉയർത്തിയത്. തന്നെ മാത്രം നോക്കി കൈകെട്ടി നിൽക്കുന്ന ഡേവിഡിനെ കണ്ടപ്പോൾ അവൾ നിലത്തുനിന്ന് എഴുന്നേറ്റു. തനിച്ചു വിട്ടിട്ട് പോയതല്ല ഞാൻ. ചെയ്യാൻ ഇത്തിരി ജോലി ഉണ്ടായിരുന്നു. അവൻ
ആ ദിനേശൻ, അവനിനി പുറലോകം കാണില്ല. അവളെ എന്തോ ഒരു ഓർമ്മയിൽ കൈകൾ കൊണ്ട് കണ്ണുകൾ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഒരു നിമിഷത്തിൽ കഴുത്തിന് പിന്നിൽ അറിഞ്ഞ തണുപ്പിൽ ഞെട്ടിക്കൊണ്ട് അവൾ തല ഉയർത്തി നോക്കി. അപ്പോഴേക്കും അവൻ കെട്ടിയ താലിയുടെ 3 കെട്ടും അവളിൽ മുറുകിയിരുന്നു. ശ്വാസമെടുക്കാൻ പോലും മറന്ന് അവൾ അവനെ നോക്കി. ഇത് ഞാൻ നിന്റെ അമ്മമ്മയ്ക്ക് കൊടുത്ത വാക്കാ. എന്തു വന്നാലും നിന്നെ സംരക്ഷിച്ചോളാം, എൻ്റെ പ്രാണനായി ഇടനെഞ്ചിൽ പൊതിഞ്ഞുകൊണ്ട് നടന്നോളാമെന്ന്. പക്ഷെ അമ്മമ്മയ്ക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. സാരമില്ല, ഇവരുടെ 3 പേരുടെ അനുഗ്രഹം ഉണ്ടാവും നോക്ക്. എൻ്റെ രഘുവേട്ടൻ്റെ അമ്മുവിനെ ദേവിക്ക് തരാൻ അദ്ദേഹത്തിന് നിറഞ്ഞ സന്തോഷമായിരിക്കും, എനിക്ക് ഉറപ്പാ. കഴുത്തിൽ നിന്ന് കൈയെടുക്കാതെ അവളെ നോക്കി അവൻ അത്രയും പറഞ്ഞു. ഒരു തരം ഞെട്ടലോടെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ കണ്ണിൽ അമ്മമ്മയെ എങ്ങനെ അറിയുമെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ അമ്മമ്മയുടെ അടുത്ത് വരാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ദിനേശിനെ കുറിച്ച് അറിഞ്ഞത്. ആ ഒരു സംശയത്തിന് പുറത്ത് എപ്പോഴും നിന്റെ പിന്നിൽ എൻ്റെ ഒരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ രാത്രി എനിക്ക് വരാൻ കഴിഞ്ഞത്. അമ്മമ്മ എപ്പോഴും എന്നോട് പറയായിരുന്നു നിന്നെ ഇവിടുന്ന് എങ്ങോട്ടേലും കൊണ്ടുപോകാൻ. അവൾ സർവ്വതും മറന്ന് അവനെ നോക്കി നിന്നു. കണ്ണുനീർ കാഴ്ചയെ മറക്കുമ്പോൾ പെട്ടെന്ന് അവനിൽ നിന്ന് 2 ചുവട് പിന്നിലേക്ക് മാറി. ഞാൻ ചീത്തയാ, എനിക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ ശരീരം പോലും ഇല്ല. അവൾ നിന്ന് കിതച്ചു. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞില്ലേ അമ്മ, ഞാൻ ഈ ശരീരം മോഹിച്ചിട്ടില്ല. എന്നും ഡേവിഡ് കളത്തിൽ ഇഷ്ടപ്പെട്ടത് രഘുവേട്ടൻ്റെ അമ്മുവിനെയാ, ആ പഴയ കുറുമ്പുകാരി പെണ്ണിനെ. അന്ന് നിന്നെ ഉപദ്രവിച്ചതിനെ വെട്ടിവീഴ്ത്തുമ്പോൾ നീ എത്ര വേദന സഹിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ഓർത്ത്. ഇന്നും നിനക്ക് വേണ്ടി എനിക്ക് ദിനേശനായി ചെയ്യാൻ മടിയില്ല. പക്ഷേ ഇനിയും നിന്നെ വിട്ട് മാറിയിക്കാൻ എനിക്ക് വയ്യ. അല്ലെങ്കിൽ എപ്പോഴും അവൻ എൻ്റെ കാലുകൾക്കടി കിടന്ന് ചത്തൊടുങ്ങിയേനെ. എനിക്ക് നിന്റെ ശരീരമല്ല പെണ്ണെ വേണ്ടത്, ഈ മനസ്സ് മാത്രം മതി. അതിനുകൊണ്ട് ഒരു 4-5 വർഷത്തെ കാത്തിരിപ്പ് ഇനി വേണ്ട. ഇവരുടെ 3 പേരുടെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. ഞാൻ അവൾ വാക്കുകൾക്കായി തപ്പി. നീ ഇപ്പോൾ ഒന്നും പറയണ്ട. എന്നെ സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ പ്രണയത്തെ എനിക്ക് വിശ്വാസമാണ്. ആത്മാർത്ഥമായ നമ്മുടെ സ്നേഹം ഒരിക്കൽ നമുക്ക് തിരികെ കിട്ടും. അവൻ അവളുടെ കൈ പിടിച്ചു. വാ, പോയിട്ട് റെഡിയാവും. എങ്ങോട്ട്? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. നമുക്കൊരു ചെറിയ യാത്ര പോവാം, കുറച്ച് ദിവസത്തേക്ക്, ഞാനും നീയും മാത്രമായിട്ട്. നിന്നെ എനിക്കറിയാനല്ല, എന്നെ നിനക്കറിയാൻ വേണ്ടി. ഒരു താലി കെട്ടിയ സ്വാതന്ത്ര്യമൊന്നും ഞാൻ എടുക്കില്ല നിന്നോട്. നമ്മൾ മാത്രമായിട്ട് കുറച്ച് ദിവസം, അതിപ്പോൾ അത്യാവശ്യമാണ്. ദാ അവിടെ മാഷും ടീച്ചറുണ്ട്. അവൻ ഉമ്മറത്തേക്ക് വിരൽ ചൂണ്ടി. നിന്നെ താലി കെട്ടുമ്പോൾ അവരോടുകൂടി ചോദിക്കണ്ടേ? ഒരു ചെറു ചിരിയോടെ പറഞ്ഞ് അവളുടെ കൈകളെ പിടിച്ചുകൊണ്ട് അവൻ അവർക്കരികിലേക്ക് നടന്നു. അനുഗ്രഹിക്കണം. 2 ആൾ അവരുടെ കാലിലേക്ക് വീഴാനായി പോയതും അവരവരെ എഴുന്നേൽപ്പിച്ചു. എല്ലാ അനുഗ്രഹവും ഉണ്ടാവും എൻ്റെ മക്കൾക്ക്. അവർ നിറഞ്ഞ മനസ്സോടെ ആശീർവദിച്ചു. മോളെ, ഇവൻ ഒരുപാട് ആഗ്രഹിച്ചതാ, ഇപ്പോഴാ ഇതിൻ്റെ സമയം. എന്തു പറയണമെന്നറിയാതെ നിന്നതേയുള്ളൂ അവൾ. ഇടനെഞ്ചിൽ അവൻ ചാർത്തിയ താലി ഒരു ചെറു തണുപ്പായി കിടക്കുന്നുണ്ട്. അവൾ മെല്ലെയൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ആ പുളിമരച്ചോട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും ആശീർവാദം എന്നോണം 3 തിരിനാളങ്ങളും ഒന്നുകൂടി ജ്വലിച്ചു. മറയൂർ കാന്തല്ലൂർ വഴി മൂന്നാറിന്റെ ഹൃദയഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവൾ തികച്ചും മൗനിയായിരുന്നു. എന്നാൽ പാതി തുറന്നിട്ട ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുന്നവൾക്ക് അവൾ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രകൃതി ഭംഗി കണ്ട കൗതുകവും ഉണ്ടായിരുന്നു. ഗ്യാപ്പ് റോഡ് കഴിഞ്ഞൊരു ചെറിയ ഇട റോഡിലൂടെ അവർ കയറി ചെന്ന് ഏറ്റവും മനോഹരമായ ഒരു കുഞ്ഞു വീടിനുള്ളിലേക്കായിരുന്നു. 2-3 പേർക്ക് മാത്രം കഴിയാനെന്ന പോലെ അതിമനോഹരമായൊരു വില്ല. വണ്ടിയിൽ നിന്നിറങ്ങി അവൾ 4 പാടം നോക്കി. മുറ്റം നിറയെ പൂക്കൾ കൊണ്ട് തീർത്ത മനോഹരമായ പൂന്തോട്ടം. കയറി ചെല്ലുന്ന വരാന്തയിൽ തന്നെ ധാരാളം പെയിന്റിങ്ങുകൾ തൂക്കിയിട്ടുണ്ട്. ചുമ്മാതിലേക്ക് നോക്കി അവളുടെ കണ്ണിൽ അത്ഭുതം വിരിഞ്ഞു. ഞാൻ വരച്ച ചിത്രങ്ങൾ, അതേ ചായങ്ങൾ, താൻ വല്ലപ്പോഴുമായി കുറുപ്പ് മാഷിന് സമ്മാനിക്കാറുള്ള ആ ചിത്രങ്ങൾ ഇവിടെ അതിമനോഹരമായി ക്യാൻവാസ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്നു. നോക്കണ്ട, ഇതൊക്കെ നിന്റെ തന്നെയാ. വല്ലപ്പോഴും മാഷിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരുന്ന അവനൊരു ചെറു ചിരിയോട് അവളോട് പറഞ്ഞു. താൻ വരച്ചതാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം അത് ഭംഗിയാക്കിയിട്ടുണ്ട്. പോയി ഫ്രഷ് ആയിക്കോ. വരുന്ന വഴി വാങ്ങിയ ഡ്രസ്സുകൾ അടങ്ങിയ കവറുകൾ അവൾക്ക് നേരെ നീട്ടി തൊട്ടടുത്ത റൂം കാണിച്ചു കൊടുത്തു. അവൾ ഫ്രഷായി വരുന്നതും കാത്ത് മുറ്റത്തെ ആ ചെടികൾക്കിടയിലെ ബെഞ്ചിൽ അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പുറത്തെ തണുപ്പിൽ അവളുടെ ശരീരം നന്നായി വിറച്ചു. അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടാവാറുണ്ട്, അവിടെ പോയിരിക്കാം. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അതിന്റെ മുകൾ ഭാഗത്തായി വേറെയും കുഞ്ഞു കുഞ്ഞു വില്ലകൾ ഉണ്ടെന്ന്. ഇവിടെ നമ്മൾ താമസിക്കുന്ന ഈ വില്ല മാത്രമേ എന്റേതായിട്ടുള്ളൂ. മറ്റെല്ലാ പ്രോപ്പർട്ടികളും മറ്റേതെല്ലാം വേറെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. തണുത്ത് വിറക്കുന്ന അവൾക്കൊരു സ്വെറ്റർ നൽകിക്കൊണ്ട് അവൻ പറഞ്ഞു. തന്റെ താലിയും സിന്ദൂരവുമായി തനിക്ക് മുമ്പിൽ പരിങ്ങി നിൽക്കുന്നവളെ അവൻ അത്രമേൽ ഇഷ്ടത്തോടെ ഒന്ന് നോക്കി. ശേഷം ക്യാമ്പ് ഫയർ നടക്കുന്നിടത്തേക്ക് നടന്നു. കത്തിയിരിക്കുന്ന തീക്ക് ചുറ്റും 3-4 കപ്പിൾസ് ഇരിക്കുന്നുണ്ട്. അവൻ മേലെ അതിനകലെയായി ഒരു ബെഞ്ചിലിരുന്നു. അവനടുത്തായി അവളും ഇരുന്നു. ഇഷ്ടമായ നിനക്കിവിടെ? അവൻ ചോദിച്ചു. ഒരുപാട്. ഈ ഒരാഴ്ച നമ്മളിനി ഇവിടെയാണ്.
ഈ മനോഹരമായ പ്രകൃതി ഭംഗി ലയിച്ച് നിന്റെ ഉള്ളിലെ സങ്കടങ്ങൾ കുറച്ചെങ്കിലും നിനക്ക് അലിയിച്ച് ഇല്ലാതാക്കാൻ കഴിയട്ടെ. അതിനവളൊന്നും മിണ്ടിയില്ല. എനിക്കൊരു സമയം വേണം. ഞാൻ പോലും അറിയാതെ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് തിരിച്ച് തന്നോളല്ല ഞാൻ. പക്ഷെ എല്ലാം ഉൾക്കൊള്ളാനും ആ പഴയ അമ്മുവാനും എനിക്കൊരു സമയം വേണം, പ്ലീസ്. അവൾ നിറകണ്ണാൽ അവനെ നോക്കി. അവൻ കൈ നീട്ടി അവളെ തന്റെ തോളിലേക്ക് ചാരി വെച്ചു. അമ്മു, കുറച്ചില്ല, ഒരുപാട് സമയം ദിവസം നിനക്ക് മുമ്പിലുണ്ട്. കളത്തിങ്കിൽ ഡേവിഡിന് അവൻ്റെ അമ്മുവിനോടുള്ള പ്രണയത്തിന്റെ ആഴമളക്കാൻ അവളോളം മികച്ച ഒരു ചിത്രം അവനിൽ ഇനി ആരും വരച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാം. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളെല്ലാം അതിനുള്ളതാ. എൻ്റെ ഹൃദയമാവുന്ന ആ ക്യാൻവാസിൽ നീ എന്നെ എന്ന് വരച്ചിരുന്നുവോ ആ ദിവസത്തിനായി ഞാനും കാത്തിരുന്നോളാം. അതുവരെ മഞ്ഞ് വിരിച്ച് കിടക്കുന്ന മൂന്നാറിൻ്റെ ഹൃദയത്തിലൂടെ നമുക്ക് കൈപിടിച്ച് നടക്കാം. ഹായ് പ്രിയമുള്ളവരെ, ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ മാധുരി എഴുതുന്ന മനോഹരമായ പ്രണയകഥ എൻ കണ്ണേ കാതലേ നമ്മുടെ ഷാഹുൽ മലൈ സ്റ്റോറീസ് എന്ന ചാനലിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ താന്തോന്നിത്തരങ്ങളും കയ്യിലുള്ള നല്ല അസൽ തെമ്മാടിയായ നസ്രാണി ചെക്കൻ്റെയും അവൻ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നൊരു തമിഴെത്തി പട്ടത്തി പെണ്ണിൻ്റെയും അനുരാഗപൂരിതമായ പ്രണയകഥ എൻ കണ്ണേ കാതലേ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ സ്വന്തം ഷാഹുൽ മലൈ സ്റ്റോറീസിൽ. ഡോണ്ട് മിസ് ഇറ്റ്, ഫീൽ ഇറ്റ്, hear it.